5 ഐവറപ്പന്മാരെ നല്ല ചായ മുത്തച്ഛന്മാര് പഠിച്ചുവന്ന കരിക്കുട്ടി വളക്കുട്ടി പൂക്കുട്ടി തീക്കുട്ടി ഉച്ചക്കുട്ടി പാമ്പുകുട്ടി കല്ലോലത്തിന് കല്ലോലത്തിന് മൂർത്തി വരുന്നത് വീര വരുന്നത് തീര വരുന്നത് ചെറുപ്പന്മാര് കൊണ്ടുവരന്മാര് കണ്ണാടിമുത്ത് കുട്ടമുട്ടം മുക്കണ്ട കൽമാകുട്ടി കുട്ടിച്ചാത്ത ഈശ്വര കുതിച്ചു വരുന്ന ഈശ്വര ആ വണ്ടിയിലായാലും പടക്കുതിരെ ആറോരയ്യന്മാരെ ആറോരയ്യന്മാരുടെ കൂട്ടോരയ്യന്മാരെ മൺകുറിക്ക് മനുഷ്യനുണ്ടാകുന്നതിനെ ഉദിപ്പലത്തെ ഉദിൽഭവാന്റെ കുട്ടി കൊല ചെയ്യപ്പെട്ട ഇപ്പലത്തിൽ വാങ്ങിച്ചു ലോകത്ത് വന്ന് കണ്ടടിഞ്ഞ കരിമല അവർക്ക് ഭാഗം കൊണ്ട് പാതാവത്തിലെ കടിയുമുണ്ട് 3000 കെട്ടി കോട്ട കെട്ടി 16 കരിക്കോട്ടയും കെട്ടി മണിക്കോട്ട് പുറക്കാരൻ പടിഞ്ഞാട്ടി വലത്തിലേക്ക് കാലിൽ നീട്ടിയിരിക്കുന്ന ഒരു മലബാരം നമ്മെ നിങ്ങൾ പറഞ്ഞ പ്രകാരം വിളിച്ച് 4 ആണ്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള 4 ആമ്പേടത്തിൽ ആചാരമാണ് ആദ്യ മുത്തപ്പാതിയമ്മേ ഉലത്താനുത്തപ്പാതിയമ്മേ പാപ്പർമാടി കാമരമാടി 22 ഉണ്ട് കുട്ടികളെ ഏകാത്ത മുത്തപ്പാ പടിക്ക് കൊടുത്ത മുത്തപ്പാ നെറ്റി കുളത്ത് കിടപ്പത്തി കൊട്ടപ്പുറം ദേവരെ പോരാട്ടിയിലെ വെട്ടമ്മേ എൻ്റെ അമ്മായി പലവാരം തന്നേക്കും കണ്ടടിക്കും മുന്നിൽ മുൻകണ്ടാത്ത സത്യം കാട്ടി തന്നിരിക്കണേ അടിപ്പിച്ചെലത്തിന് മുടികെട്ടിച്ചേലക്കും പറഞ്ഞു ഒരു വാക്ക് കല്ലിലടിക്കും പോരായി കൂടാതെ അന്ന് തിരുമലവാരം വന്നിരിക്കുന്ന മുത്തപ്പാ വന്നിരിക്കുന്ന മുത്തപ്പന്മാരുടെ ചത്തു ഉണ്ടടിക്കൽ കാരണന്മാരെ അമ്മയെ കുത്തിവെക്കൽ അപ്പത്തോളായി കുട്ടിച്ചാത്തന്മാരെ വിളിച്ചു ഒരു കാര്യം നിശ്ചയായി ആശ്രയിച്ച് ആശയമായിട്ട് ആളും കർമ്മത്തിനും കഴിയുകയും അടിയനെ സമ്പ്രദായത്തിൽ കൊണ്ടുപടിയ ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം സംസരിതി വസേക്ഷന്യഗ്നേ സ്വാമിത്യകാ വിലപതേ സമിത്യസേ സനോമസ്തുജാഭര സംഗച്ഛദ്ധും സംവദദ്ധും സംവോമനം വിചാരതാം ദേവാവാക്യതാമേ സംജാനനം വാസതേ സമാനോ മങ്കസ്സമിതി സമാനം മനസ്സരവിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനം നമോഭിഷാദ്ഭോമി സമാനം കാപൂരി സമാനാന്തയാനിവ സമാനമത്വോമനായതാ സത്യഹാസതി ഓം ശാന്തി 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 ഓം സഹനാവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി 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 ഹരി ഓം നമസ്തേ. ഈ ഒരു സദസ്സ് സമാപന സമ്മേളനത്തിൽ ഈ ഒരു സദസ്സിൽ ഇതുപോലെ ഒരു ഉദ്ഘാടകനായി കാര്യം പറഞ്ഞെടുക്കാൻ അത് ഈ സനാതന ധർമ്മം ഇപ്പൊ തമ്പുരാൻ പറഞ്ഞതുപോലെ നാം മാറിക്കൊണ്ടിരിക്കുക. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ആ മാറ്റത്തിന്റെ പൂർണ്ണതയായിക്കൊണ്ടുകൊണ്ട് ചണ്ടാളൻ എന്ന പേര് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും സമാജം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നതാണ്, അങ്ങ് ബ്രാഹ്മണനല്ലേ, പിന്നെ എന്തിനാണ് ചണ്ടാളൻ? ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ അർത്ഥം തമ്പുരാൻ ആവർത്തിച്ച് പറഞ്ഞു. എന്നിരുന്നാൽ പോലും ചണ്ടാളനാണെങ്കിൽ പോലും ആ ചണ്ടാളന് ഒരു മഹത്വമുണ്ട് എന്ന് പറയുന്നതാണ് സനാതന ധർമ്മം. ആ ഒരു ബോധ്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മളെ ഒരു ചണ്ടാളനായിക്കൊണ്ട് തന്നെ ഈ ഒരു അരങ്ങം ഹിന്ദു മേളയുടെ 18ാം ആ മേളയുടെ ഉദ്ഘാടനം ലഭിക്കുമ്പോൾ അത് തന്നെയാണ് സനാതന ധർമ്മം. ലോകത്തിൽ നൽകുന്ന എന്താണ് സനാതന ധർമ്മം എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടി നമുക്കറിയാം. കുറച്ചു കാലം മുൻപാണ്, മാസങ്ങൾക്കോ അല്ലെങ്കിൽ വർഷമായിട്ടുണ്ടോ, നമ്മുടെ തൊട്ട് സംസ്ഥാനത്തിന് ഒരു മന്ത്രി അദ്ദേഹം പറഞ്ഞത് സനാതന ധർമ്മത്തെ മുച്ചോടെ നശിപ്പിക്കുന്നതുകൊണ്ടാണ്. സനാതന ധർമ്മം ഡെങ്കു പോലെ മലേറിയ പോലെ ഈ ഭൂമുഖത്തിന് തുടച്ചു നീക്കപ്പെടേണ്ട എന്തോ ആണ്. ഒരാൾ എപ്പോഴെടുത്ത് പറയട്ടെ സനാതനത്തിന്റെ ശക്തി ഒരു സംഭവമുണ്ട്, അവരെ ഇല്ലാതാക്കും. അവരുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ നാം അതല്ലാതെ പറയാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ നമ്മുടെ അമ്മയെ പറയുമ്പോൾ, നമ്മുടെ അച്ഛനെ പറയുമ്പോൾ പറഞ്ഞത് സ്വന്തം അമ്മാവനാണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും എന്ന് പറഞ്ഞ് ശരിയല്ല എന്ന് പറയുന്ന സ്വഭാവമാണ്.
അതുകൊണ്ട് അവർ രാഷ്ട്രീയത്തിലല്ല, അവർ ആക്ഷേപിച്ചത് നമ്മുടെ ധർമ്മത്തെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആ ധർമ്മം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഇത് വെറും വാക്കുകൊണ്ട് മാത്രമല്ല. ആ ധർമ്മത്തെ മുമ്പ് അധ്യക്ഷൻ പറഞ്ഞതുപോലെ നിഖരമായി ചിത്രീകരിച്ച് കൊളോണിയൽ വിദ്യാഭ്യാസം എന്നേക്കുമായി നമ്മുടെ മക്കളിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നില്ല. ഇപ്പോഴും രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പിന് വേണ്ടി നിരന്തരം എന്ന് പറയുമ്പോൾ, തീവ്രവാദികൾ നിരന്തരം എന്ന് പറയുമ്പോൾ, വിഘടനവാദികൾ നിരന്തരം എന്ന് പറയുമ്പോൾ, നാം വീണ്ടും വീണ്ടും എത്ര കണ്ട് പ്രഭാഷണങ്ങളിലൂടെയും ഉദ്ബോധനങ്ങളിലൂടെയും ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ, എന്താണ് ധർമ്മം പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തല സൗന്ദര്യം എന്താണ്? അങ്ങനെയൊന്നുമല്ല. ഇതൊരു നശിച്ച ജാതി വ്യവസ്ഥയാണ്, അധാർമിക ജീവിത വ്യവസ്ഥയാണ് സനാതനങ്ങൾക്ക് നമ്മൾ അറിയാതെ ഒഴിച്ചു വരുന്നില്ല. അത്തരത്തിലൊരു സന്ദർഭത്തിൽ തന്നെയാണ് സമസ്യ കൂടി. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തിൽ പതിതന്മാരില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ദൗത്യമാണ് നമ്മളെ. ആ പതിതന്മാരില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പറയുകയല്ല, ആചരിച്ച കാലത്ത്. അപ്പോൾ ചണ്ടാളൻ അശ്രേഷ്ഠനല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് വേണം? സ്വയം ചണ്ടാളനായി ആചരിച്ച കാലം. അപ്പൊ ആ ചണ്ടാളന്റെ ശ്രേഷ്ഠത്വം സമൂഹത്തിന് വെളിവാക്കുകയും, അതുകൊണ്ടാണ് ഭഗവാൻ ശങ്കരാചാര്യ, നമ്മളുണ്ടാക്കിയതല്ല, ഭഗവാൻ ശങ്കരാചാര്യ ഏറ്റവും കൂടുതൽ ജാതിയുടെ പേരിൽ നിന്നും ആക്ഷേപിക്കപ്പെടുന്ന നാരായണഗുരു വേണോ ശങ്കരാചാര്യ വേണോ എന്നുള്ള തർക്കങ്ങളൊക്കെ ശങ്കരാചാര്യ സ്വാമികളെ ആക്ഷേപിച്ചു പോകുമ്പോൾ, ശങ്കരാചാര്യ സ്വാമികൾ ജാതിവാദിയാണെന്ന് സമർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശങ്കരാചാര്യ സ്വാമികൾ ആ കാലഘട്ടത്തിൽ നവോത്ഥാന നായകരുടെ നമ്മൾ നാരായണഗുരുവിന്റെ പേരൊക്കെയാണ് പറയുന്നത്. തീർച്ചയായും എന്നാൽ നാരായണഗുരുദേവൻ എത്രയോ നവോത്ഥാനം എത്തിച്ചുകൊണ്ട് വഴിമാറു എന്ന് പറഞ്ഞ് എത്രയോ വഴി മാറിക്കേണ്ടി വന്ന ചണ്ടാളൻ എന്ന് പറയപ്പെടുന്ന ആളുകളെ, ആളുടെ പ്രതിനിധിയെ സാക്ഷാന്തം നമസ്കരിച്ച് അത് എഴുതി വെച്ച മഹാത്മാവാണ്. അപ്പോൾ ഈ ഒരു അസ്പൃശ്യതയല്ല, അറിവാരിയിരിക്കുന്നു, അവനാണ് ശ്രേഷ്ഠൻ, അവനാണ് ഗുരു, അവനാണ് സനാതന ധർമ്മത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ വക്താവെന്ന് നമ്മെ പഠിപ്പിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യനാണ് മാതൃക. അതുകൊണ്ട് ഈ പറയുന്ന ശ്രേഷ്ഠരില്ല എന്നുള്ളത് നാം പറയുന്നതല്ല, ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ തന്നെ തന്റെ മനീഷാ പദ്ധതിയുടെ ഒരർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തതും ഇവിടെ വെച്ചിരിക്കുകയാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ദിവസം 3 ദിവസമായി കഴിഞ്ഞ് നമ്മൾ നമ്മളെല്ലാവരും സ്വർഗോപരിക്കുകയാണ്. ആനന്ദത്തോടെ ആരാധ്യയുടെ സമയത്തെ ചണ്ടാളഭാവം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയും ദിവസം വേദത്തെ കുറിച്ചും പുരാണങ്ങളെ കുറിച്ചും അതുപോലെ ഉപനിഷത്തുകളെ കുറിച്ചും കേൾക്കുക. ഞാൻ ഇതൊന്നുമല്ല, നേരത്തെ നമുക്ക് തോന്നുന്നു സ്വാഗതം പറഞ്ഞാൽ കെ പി ബിജുസ്വാമിയോട് തോന്നുന്നു, ഇങ്ങനെ പറഞ്ഞു വേദം വെച്ചിരിക്കട്ടെ, ഉപനിഷത്ത് അറിയുന്നതിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലോ തുച്ഛമായിരിക്കും ആളുകൾ. പക്ഷെ നിങ്ങൾ വേദം അറിയുന്നവരാ, വേദ പാരമ്പര്യമുള്ള നിങ്ങളുടെ ജന്മ പാരമ്പര്യത്തിന്റെ ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠമാർഗം നിങ്ങളെ ഇവിടെ നിന്ന് ബോധ്യപ്പെടുത്തി നമുക്ക് പെരിയാറാണ് ഉദ്ദേശം. സനാതന ധർമ്മത്തിന്റെ ആകത്തുക വേദം തന്നെ സംശയമില്ല, വേദങ്ങളാണ്. വേദങ്ങൾ എന്നതിനപ്പുറം ഭാഗവതാദി പുരാണങ്ങളൊക്കെ പറയുന്നു വേദം ഒന്നേ ഉണ്ടായിരുന്നു, അതായത് അറിവ് ഒന്നേ ഉള്ളൂ. അറിവുകൾ പലതുണ്ടാകും. എന്താണ് അറിവ്? നാം ആര് എന്നതാണ്. നമ്മൾ ആരാണ്? നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ ആരാണ്? ഞാൻ രാമകൃഷ്ണന്റെ മകനാണ്, അല്ലെങ്കിൽ ഞാൻ സീതയുടെ മകനാണ്, അത് മാത്രമാകുന്നു ഞാൻ? അല്ല. അങ്ങനെ ചോദിച്ച് വരുമ്പോൾ നാം ഒക്കെ എത്തുന്ന ഒരു പോയിന്റ്. ആ പോയിന്റ് എന്താണ്? അതാണ് പച്ചമലയാളത്തിൽ നമ്മൾ ആദ്യമുട്ടൻ നമ്മുടെ ആശ്രമത്തിലെ പ്രാർത്ഥന ആദ്യമുട്ട സമാരംഭമാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ നിങ്ങൾക്കുണ്ടായിരുന്നു. ഇവിടെ ആദിമുത്തൻ എന്ന് പറഞ്ഞാലും സദാശിവൻ എന്ന് പറഞ്ഞാലും എന്തായാലും ആദിയില്ല തത്വസ്വരൂപം, സത്യസ്വരൂപം. അപ്പൊ എന്ത് വിളിക്കുന്നു എന്നല്ല, ആത്യന്തികമായി നാം ചെന്നെത്തുന്ന അതെന്താണോ അതാണെന്ന് നമുക്ക് ബോധ്യം വരട്ടെ. ആ ബോധ്യമുള്ളവരായിരുന്നു മുഴുവൻ സനാതനികൾ. മുൻപ് നമ്മുടെ സദസ്സിൽ കണ്ട ഒരുപാട് ജാതിക്കാര് പാടും പറയുകയും കേൾക്കുവനും വള്ളവനും നായരും കേൾക്കുവനും ഒക്കെ എല്ലാവരും
ഇവരെല്ലാവരും ഈ അറിവുള്ളവരായിരുന്നു. ഇവിടെ എന്തായിരുന്നു അറിവുകളെ? ഞാനാണ് വലിയവൻ, മറ്റവൻ താഴ്ന്നവൻ. ആ ഒരു ധാരണ മാത്രമാണ് തെറ്റ്. അത് മാത്രമേ സനാതനികൾ തിരുത്തേണ്ടതുള്ളൂ. ജാതി നാമങ്ങളൊന്നും തിരുത്തേണ്ട ആവശ്യമില്ല. എന്താണ് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്ന സാധിച്ചപ്പോൾ നമുക്ക് അഭിപ്രായത്തിന് പറയുന്ന ഒന്നും തോന്നിയിരുന്ന അറിയാം. ജാതി കേവലം കർമ്മത്തിൽ ഉണ്ടായതല്ല, ജാതി സമ്പ്രദായം. ചെകുവേലിന്റെ ചേ അവന്റെ വംശനാമം, പുലയന്റെ പുലത്തും അവന്റെ വംശനാമം, പറയന്റേത് അവന്റെ വംശനാമം, നായരുടേത് അവന്റെ വംശനാമം. അങ്ങനെ ഓരോരുത്തർക്കും അവന്റെ വംശനാമം കൂടിയാണ്. അല്ലെ കേവലം കർമ്മത്തിനുള്ളതല്ല. ഏത് ജാതിയാകട്ടെ ആ ജാതിയിലെല്ലാം ചാതുർവർണ്ണമുണ്ട്. ആ ചാതുർവർണ്ണത്തിന് ആധാരം നമ്മുടെ പറയേണ്ടത് ഈ സദസ്സിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ചിദാനന്ദ സ്വാമികളെ പോലെ മഹാനന്ദന്മാർ വന്നുപോയി. ഇവരെല്ലാവരും ഉണ്ടായി. പക്ഷെ അത് കേവലം ഇന്ന് കാണുന്ന ചതുർവേദങ്ങളുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് എന്ന് പറയുമ്പോൾ ചണ്ടാളബാബ അതാണ് സമാജത്തിൽ പറഞ്ഞാൽ തെറ്റാണ്. ആ സന്ദേശം തെറ്റാണ്. ആ സന്ദേശം തെറ്റാണ്. കാരണം അങ്ങനെ പറഞ്ഞാൽ ഈ ലോകത്ത് അല്ലെങ്കിൽ സനാതനത്തിൽ എന്നും അശ്രയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രം പരമ്പരയെ ആശ്രയത്തിലും മറ്റൊരു വിഭാഗം ആശ്രയത്തിലുമായി കൊണ്ടിരിക്കും. അത് ഇല്ലാതിരിക്കണം. എന്ത് വേണം? എല്ലാവരും ആദ്യം തൊട്ടേ എല്ലാവരും ശ്രമത്തിലുമാണ്. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അത് ഭാരതത്തിന്റെ പൈതൃകത്തിലുള്ളതായില്ല. ഈ ഭാരതം നമ്മൾ പെറ്റിട്ടതായി. അവിടെയാണ് നമ്മുടേതായിരിക്കുന്ന ധർമ്മഗ്രന്ഥങ്ങൾ പറയുന്നു. വേദത്തെ വിളിക്കുന്ന ശ്രുതി എന്ന ശ്രുതി കേട്ടുപടി. ആത്യന്തികമായ ദൈവിക ജ്ഞാനത്തെ പഠിക്കുന്ന വ്യക്തിക്ക് ശ്രുതി എന്നാണ് പറയുന്നത്. ആ ശ്രുതി അല്ലെങ്കിൽ ദൈവിക ജ്ഞാനത്തെ അറിയാൻ രണ്ട് വഴികളാണ് സനാതനം പ്രധാനമായി ഉപയോഗിച്ചത്. രണ്ട് വഴി. അതിനാണ് ശ്രുതിച്ച ജീവിതാപ്രത്ത വൈദികി താന്ത്രി. വേദങ്ങളെന്നും തന്ത്രങ്ങളെന്നും രണ്ടായി തിരിച്ചു. വേദങ്ങൾ എവിടെ നിന്നുണ്ടായി? വേദങ്ങൾ നമ്മൾ എല്ലാവരും കേൾക്കുന്ന വേദങ്ങൾ ബ്രഹ്മാവിന്റെ 4 മുഖങ്ങളിൽ നിന്നുണ്ടായി. 4 മുഖങ്ങളുടെ അങ്ങനെ 4 വേദങ്ങൾ ബ്രഹ്മാവിന്റെ 4 മുഖങ്ങളുണ്ടായി. എന്നാൽ ബ്രഹ്മാവിന്റെ മുഖത്തുണ്ടായ വേദങ്ങൾ മാത്രമാണ് സനാതനത്തിന് ആധാരം അല്ല. അവിടെയാണ് ഭഗവാൻ പരമശിവന്റെ പഞ്ചമുഖങ്ങളിൽ ഉണ്ടായി. അവിടെ നിന്നും തന്ത്രങ്ങളുണ്ടായി. ബ്രഹ്മാവിന്റെ മുഖത്തിലുണ്ടായ 4 വേദങ്ങൾക്ക് തുല്യമായിട്ടാണ് ഭഗവാൻ പരമേശ്വരൻ 5 മുഖങ്ങളുടെ തന്ത്രങ്ങൾ ഉണ്ടായത്. രണ്ടിന്റെയും ലക്ഷ്യമാണ് ആരിൽ വന്നാലും ബസ്സിൽ വന്നാലും മരങ്ങൾ എത്തുക എന്നാണെങ്കിൽ അതുപോലെ റൂട്ട് ഏത് എന്നുള്ളതല്ല, ആരായാലും എത്തിയത് ഇവിടെയാണ്. അതെങ്ങനെയാണ്? അധികാരി ഭേദം ഉപയോഗിച്ചുകൊണ്ട് ഏത് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം ഇവിടെ മലയാളം ചൊല്ലിക്കൊടുത്ത നാടകം കോട്ടം, അതിനുശേഷം സമാസു ഐക്യവന്റെ സൂക്തമാണ്. ഇതൊക്കെ ആയതിനു ശേഷം ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള അവസാനം ഉപനിഷത്തിലെ ഒരു ശാന്തി മന്ത്രമാണ്. അപ്പൊ എന്ത് ചൊല്ലുന്നു എന്നതല്ല, അത് എന്തിലേക്കുള്ളത് എന്നതാണ്. അപ്പൊ അവിടെയാണ് 2 വിധത്തിൽ വൈദികവും താന്ത്രികവും. വേദങ്ങൾ 4ആണ്. ആ 4 വേദങ്ങൾ പഠിക്കണം. പിന്നീട് വേദം നേരിട്ട് ആചാരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേകിച്ച് വിധാനങ്ങളുണ്ട്. ബ്രാഹ്മണങ്ങളും മറ്റുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. അത് പ്രകാരം ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ മാർഗത്തിലൂടെ ആത്യന്തിക സത്യത്തെ അറിയാം. അതിന് ഷോഡശ സംസ്കാര വിധി പ്രകാരം ഒരു സനാതിന് ജീവിക്കണം. ഗർഭാധാന പുംസവനം ജീവൻ ജാതക മണ്ഡഭാഷ ഉപനയനം തുടങ്ങി അന്ത്യത്തിൽ വരെ നിൽക്കുന്ന 16 കർമ്മങ്ങളുണ്ട്. ആ റൂട്ടിൽ പോവുകയാണെങ്കിൽ അത് അനുഷ്ഠിച്ചു പോയി നിങ്ങൾക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് ബോധ്യപ്പെടാം. നിങ്ങൾ ബ്രഹ്മമാകുമെന്ന് ബോധ്യപ്പെടുന്നതാണ്. അത് ആ വഴിക്ക് സഞ്ചരിക്കുകയാണ്. അതിന് 16 സംസ്കാരങ്ങൾ സ്വീകരിച്ചാൽ ദീർഘായുസ്സെത്താം. ഇതല്ലെങ്കിലോ അല്ലെങ്കിൽ ഇത്രയൊന്നും പോകേണ്ടതില്ല. ഭഗവാൻ മറ്റൊരു വിഷയം പറഞ്ഞു. പരമശിവൻ പറഞ്ഞാൽ തന്ത്രം, തന്ത്രമാർഗം ദീക്ഷ തന്നെ. ദീക്ഷ ലഭിച്ചാൽ ഒരുത്തൻ ബ്രാഹ്മണനാകട്ടെ, ക്ഷത്രിയനാവട്ടെ, വൈശ്യനാകട്ടെ, ശൂദ്രനാവട്ടെ, പഞ്ചമനാകട്ടെ, മാപ്പിളയാവട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, എന്തുമാകട്ടെ, അവൻ ദീക്ഷ ലഭിക്കുന്നതോടുകൂടി അവന്റെ വകകളും ജാതിയും ഇല്ലാതാകുന്നു. അതായത് ജന്മത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നത് ഇല്ലാതാകുന്നു. അങ്ങനെയുള്ളൊരു സമ്പ്രദായമാണ് തന്ത്രം. അതിൽ ദീക്ഷയാണ്. ഗുരു കൊടുക്കുന്ന മന്ത്രോപദേശത്തോടു കൂടി തന്നെ അവൻ ആ സഞ്ചാരം ആരംഭിക്കാം. അല്ലാതെ ഗർഭാധാനം ചെയ്തിട്ടുണ്ടോ എന്നോ, പുംസവനം ചെയ്തിട്ടുണ്ടോ എന്നോ, ജീവൻ ഹോമനം ചെയ്തിട്ടുണ്ടോ എന്നോ, ഉപനയനം ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അതിന്റെ അധികാരത്തിൽ വേണ്ട ഗുരു ഉപദേശത്തിലാണ്. ശാസ്ത്രം പറയുന്നു വേദം പഠിക്കാൻ മനുഷ്യനായി പിറന്നാൽ ഈ ഒരു എന്താണ് ഈ 16 സംസ്കാരങ്ങളുടെ സഞ്ചരിച്ചാൽ വേദങ്ങൾ പഠിക്കാൻ. തന്ത്രം അങ്ങനെയല്ല. ഗുരു ശുശ്രൂഷയിലൂടെ മാത്രമേ തന്ത്രം പഠിക്കാൻ പറ്റൂ.
മറ്റേതാണ് കുറച്ച് സുഖം ശാസ്ത്രമൊക്കെ പറയും. ഇതങ്ങനെയല്ല. ഗുരുവിന്റെ പഠിക്കാൻ കേട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടല്ല. തന്ത്രമാണ്, ടെക്നിക്കാണ്. വേദങ്ങളിലൂടെ അറിയാൻ ഇപ്പൊ എന്ന് പറയുന്ന വിരാട് രൂപത്തെ അത്ര കണ്ട് പ്രാമാണികമായിരിക്കുന്ന വേദസൂക്തത്തിലൂടെ പഠിച്ച് അല്ലെങ്കിൽ അതിൻ്റെതായ ആ അംഗത്തിലൂടെ പഠിച്ചറിയുമ്പോൾ അത്രയൊന്നും വേണ്ട, കുറച്ച് സമയം മതി, കുറച്ച് ടൈം മതി, അറിയാൻ പറ്റും. പക്ഷെ എന്താണ് ആ സിമ്പിളായിട്ടുള്ള വ്യത്യാസം. അതുകൊണ്ട് ആ ഒരു താന്ത്രികമായിരിക്കുന്ന ഒരു പദ്ധതി ഇവിടെ വെച്ചുകൊണ്ടൊക്കെ അതിലൂടെ പോകാം. വേദത്തിലൂടെ പറയുമ്പോൾ തന്ത്രമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ അവസാനത്തെ ശിവോഹം നിങ്ങൾ പറയും അവിടെ ബ്രഹ്മമാർഗത്തിൽ ഞാൻ ശിവം തന്നെയാണ്. ശിവം രണ്ടും ഒന്നേ. അപ്പൊ മംഗളത്തിന് അവസാന ശിവനാണ് എഴുതുന്നത്. അപ്പൊ അവിടെ എത്തുക എന്നാണ് സനാതന. അപ്പൊ അതിന് രണ്ട് മാർഗങ്ങൾ. തന്ത്രം എന്ന് കേൾക്കുമ്പോൾ കേരളത്തെ കുറിച്ച് മുമ്പ് വന്ന ആചാര്യന്മാരും ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു പോയിക്കൊണ്ട് തന്ത്രത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും. തന്ത്രം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക നാലുകെട്ടുള്ള ക്ഷേത്രങ്ങളും ശീലകങ്ങളും അതിന്റെ മുമ്പ് ഉപകരിക്കുന്ന അല്ലെങ്കിൽ പൂജ പഠിച്ചുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. തന്ത്രശാസ്ത്രം പറയുന്നത് തന്ത്രത്തിന്റെ LKG ആണ് ക്ഷേത്രങ്ങൾ. ഇവിടെ വന്ന മുഹമ്മദിയെ നമ്മൾ ആവർത്തിച്ചു പറയുന്നതാണ്. നമ്മൾ വിഗ്രഹാരാധന മണ്ടന്മാരാണ്, വിഗ്രഹങ്ങൾക്ക് ആനയാണ് നേതാണെന്നൊക്കെ പറയുമ്പോൾ അവര് കണ്ടുപിടിച്ചതാണ് വിഗ്രഹം സംഭവം. അങ്ങനെയല്ല. തന്ത്രശാസ്ത്രം ഉദ്ദേശിക്കുന്ന ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞിട്ടാണല്ലോ പ്രതിമാ സ്വല്പബുദ്ധീന. ഈ പൂജ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പഠിക്കുന്നതല്ല. പ്രതിമാ സ്വല്പബുദ്ധീന, അല്പബുദ്ധികൾക്ക് വേണ്ടിയാണ് പ്രതിമ അമ്പട. ഇത് നമ്മുടെ മാപ്പിളരുടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. മുഹമ്മദ് നബിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിഗ്രഹത്തെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഞങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി പായത്തൊക്കെ പഠിക്കില്ലല്ല. ഇന്നസെന്റ് സിനിമയിൽ പെട്ടിയിരുന്നിട്ട് പച്ചക്കറി മാറ്റുന്ന പോലെ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് പഠിച്ച് അച്ഛാന്ന് വിളിച്ചിട്ട് അച്ഛന്റെ കൈ പിടിച്ച് നടന്നിട്ടാണ് ഞങ്ങളുടെ സംസ്കാരം. അച്ഛനെ ആദരിക്കും. അതുകൊണ്ട് തന്നെ വിഗ്രഹത്തിലൂടെ സഞ്ചരിച്ച് തത്വജ്ഞാനം നേടുമ്പോൾ ആ വിഗ്രഹത്തെ വിളിച്ചെടുത്തുകൊണ്ട് ഞാൻ തന്നെയാണ് പ്രവാചകൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സംസ്കാരം. അതും ഗുരുവാണ്, ഞാനും ഗുരുവാകും, ഈ ഉണ്ടാകും എന്ന് വിഭൂതിയോട് ഭഗവാൻ പറയുന്നത് സ്വർണ്ണങ്ങളാണ്. അതുകൊണ്ട് അത് പറയണമെന്നുള്ളതാണ്. അതുകൊണ്ട് വിഗ്രഹം എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളിൽ തന്ത്രത്തിന്റെ LKG സംശയം വേണ്ട. ഹോമപൂജ ഹോമവും പൂജയും അധമത്തിന്റെ അധമമാണ്. ദോഷമാണെന്ന് പറഞ്ഞിട്ട് അധമം ആദ്യ പടിയാണ്. അവിടെ നിന്ന് ഉയരം. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഓരോ ഭക്തനും തോന്നുന്നതാണ് ഞാനിവിടെ വരുന്നു, ഭഗവാനെ തൊഴുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും നീ ആരാണെന്ന് അന്വേഷിക്കുക, നീ ആരാണെന്ന് അന്വേഷിക്കാൻ പറയും. ഭക്തിയോടുകൂടി പോകണം. അവിടെ പോയിട്ട് ഭഗവാനെ എനിക്ക് സീറ്റ് കിട്ടിയില്ല, എന്റെ മകളുടെ കല്യാണം നടന്നില്ല, എന്റെ ഭർത്താവ് മരിക്കാൻ കിടക്കാതെ പൈസ കിട്ടിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഭഗവാൻ പറയും. അല്ലെ ഭഗവതി പറയും നിങ്ങൾ സനാതന ധർമ്മത്തെ അറിയാൻ വേണ്ടി ക്ഷേത്രങ്ങളിലേക്ക് പോകും. ആ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു വെച്ചോ, അതിന് വിരോധമില്ല. എന്നാൽ അതിനൊപ്പം ആ ക്ഷേത്രേശന്റെ ചൈതന്യത്തെ നിങ്ങൾ സ്വീകരിക്കണം. ചവിട്ട് തന്നെ സ്വീകരിച്ചോ, അതിന് കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ ആകാരം രണ്ടാമത് പറഞ്ഞില്ല. പക്ഷെ ആ ഒരു അകലേക്ക് വേണ്ടി സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ആ ക്ഷേത്രം നമ്മോട് പറയാം അതിലൊരു യാത്രയും. ആ യാത്രയിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ മാതാപിതാക്കൾ തന്നെ ഇതിന്റെ അധികാരികളാണ്. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നിടത്ത് കാണുന്ന പൂർവ്വനിട്ട പൂജാരിയല്ല തന്ത്രം എന്ന് നിങ്ങൾ അറിയുക. നിങ്ങളുടെ വീട്ടിൽ കാണുന്ന നിങ്ങളുടെ കുടിയിൽ കാവ് പിടിച്ചിരിക്കുന്ന ശിലകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കാവ് പിടിച്ച വിളക്കുകൾ ഉണ്ടായിരിക്കും, ചില ആചാരങ്ങൾ ഉണ്ടായിരിക്കും. അത് തന്ത്രമാണ്. പണ്ട് ജോൺ ഡ്രോഫ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മാധവത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു. എവിടെയെല്ലാം മണിയടികളും ദീപങ്ങളും അതുപോലെ തന്ത്രത്തിരികളും കാണുന്നു അവിടെയെല്ലാം ഭാരതീയ സനാതനം പറഞ്ഞ തന്ത്രം പ്രതിഫലിക്കുന്നു. അതുകൊണ്ട് ഓരോ ഭാരതീയനും ഓരോ മനുഷ്യനെയും വീടുകളിൽ തന്ത്രം ഭഗവാൻ പരമശിവൻ പറഞ്ഞ ഈ വേദം ഇരിക്കുന്നുണ്ട്. ആ വേദത്തിന്റെ ഭാഗമാണ് കുല ആചാരം. ഓരോ കുലങ്ങൾ, കുലധർമ്മം. കുലധർമ്മയെ ബഹോഹന്തി ധർമ്മോ കുലധർമ്മോരക്ഷിതഃ എന്നാണ് ഗൗരവം പറയുന്നത്. ധർമ്മയെ ബഹോഹന്തി ഉണ്ടായിരിക്കാം, കുലധർമ്മയെ ബഹോഹന്തി ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കുലധർമ്മം നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കുലധർമ്മം നിങ്ങൾ രക്ഷിക്കും. ആ കുലധർമ്മം എങ്ങനെയായിരിക്കണം? എന്റെ കുലവരുടെ സംഭവം അവരുടെ കുലമോശമായിരിക്കും. തന്ത്രത്തിൽ അങ്ങനെ പാടില്ല. തന്റെ കുലധർമ്മം രക്ഷിക്കും. ഈ
കഴിഞ്ഞ ദിവസങ്ങളിലാണ് തൃശ്ശൂർ സന്യാസിമാരുടെ ഒരു സംഗമം. ആ സംഗമത്തിന്റെ ഭാഗമായിട്ട് സന്യാസിമാർ വിഷമമാണെന്ന ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും ഒരു വിളക്ക് പോലും കത്തിക്കുന്നില്ല. ഹൈന്ദവ ഭവനങ്ങളിൽ വിളക്ക് പോലും തെളിയിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. നാം പറയുന്നത് കേവലം വിളക്കാതാകും. അത് നിങ്ങളുടെ കുലദൈവങ്ങൾക്കുള്ള അർച്ചനയായിരിക്കണം. നിങ്ങൾ ഇതുവരെ ചെയ്ത കുലദൈവങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്ത പ്രായശ്ചിത്തമാകട്ടെ. ഇല്ലെങ്കിൽ എന്തുണ്ടാകും? കുലധർമ്മം യഥാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുലമുടി, ആ കുലമുടികളാണ് നമ്മുടെ മക്കൾ നമ്മളുടെ മക്കൾ. അധിക ഹിന്ദു കുട്ടികളിൽ നിന്ന് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുക. ധാർമ്മിക മൂല്യങ്ങൾ അവർക്കറിയില്ല. ആര് പഠിപ്പിക്കും? ഇവർ പറയുന്നത് നമുക്ക് മന്ത്രസാധുവിനുള്ള വിദ്യാഭ്യാസ സിസ്റ്റമില്ല. അതുകൊണ്ടാണ് പണ്ട് മന്ത്രസാ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അപ്പന്മാരൊക്കെ വൈകാതെ നടന്നത്. അവരെ ഒരു കുലദേവതയുള്ളത് കൊണ്ടാണ്. മദ്രസാ സിസ്റ്റം സനാതനത്തിൽ പണ്ടേ ഗുരുകുലങ്ങളുണ്ട്. നമ്മൾ ജാതി പറയുന്ന കാലത്ത് നാരായണ എവിടുന്ന് സംസ്കൃതം പഠിച്ചു? എവിടുന്ന് ഉപനിഷത്തുകൾ പഠിച്ചു? ചിന്തിക്കണം. നമ്മൾ ജാതി പറയുന്നുണ്ടോ? ബ്രാഹ്മണ ഇടുക്കി വെച്ചോ പറഞ്ഞു വെച്ചോ നോക്കി. അയ്യങ്കാളി പോലും സദാനന്ദപുരത്തെ പോലെ സഞ്ചരിക്കാതില്ല. എങ്ങനെ? ജാതി ഉണ്ടായിരുന്ന കാലത്തും എന്റെ പൊന്നു മക്കളെ, ജാതി ഉണ്ടായിരുന്ന കാലത്തും അറിവ് ആഗ്രഹിക്കുന്ന ഒരു അറിവ് നേടാനുള്ള ഒരു പദ്ധതി ഭാരതത്തിലുണ്ടായിരുന്നു. ആ പദ്ധതിക്ക് പറയുന്ന പേരാണ് സനാതനകൾ. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാൻ നടക്കുന്നവരെ കാണില്ല. അന്വേഷിക്കുന്നവർ മാത്രമേ കണ്ടെത്തൂ. അത് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്വേഷിക്കണം, സത്യം അന്വേഷിക്കണം. സത്യം അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും കർമ്മത്തിനും ജീവിതത്തിനും ഒക്കെ ഓട്ടമില്ലാത്ത രീതിയിൽ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സനാതനത്തെ അറിയാനാകും. ആകണം. അതുകൊണ്ടാണ്, അതാണ് സനാതനം. അതുകൊണ്ട് നമ്മുടെ കുലദേവതയാണ്. ഓരോ കുലങ്ങൾക്കും കുലയിൽ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചപ്പോഴേ നീണ്ടു പോകുന്നത് വലിയ വിഷയമാണ്. സാധാരണ നിങ്ങൾ നമ്മൾ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട ആളുകൾ പറയാതെ ഭാഗവതവും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ നമുക്ക് ടെക്സ്റ്റുകൾ ലഭ്യമാണ്. നമ്മളീ പറയുന്ന പല വിഷയങ്ങളും ടെക്സ്റ്റിലുള്ളതല്ല. അത് പരമ്പരയാവുന്ന ക്ഷൗതമായി കൊണ്ടതാണ്, സംസ്കൃതത്തിലല്ല എന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ കേൾക്കാനുള്ള സന്ദർഭങ്ങൾ കേരളത്തിൽ നിറയട്ടെ. കാരണം കേരളത്തിൽ കുറച്ചു കാലമായി ഈ ഒരു പരമ്പര, നാം പറയാൻ പോകുന്ന കുലദൈവ പരമ്പര പിൻപറ്റി പോകുന്ന ആളുകളെയാണ് ചില രാഷ്ട്രീയക്കാർ അവരുടെ ഒരു അഞ്ച് ഒതുക്കിക്കൊണ്ട് നിരന്തരം അവർ തന്നെ കസേരത്തിക്കൊണ്ടിരിക്കും. കാരണം ഇവന്റെ കുലദൈവങ്ങളെ കാട്ടിപ്പായിച്ചിരിക്കുക. അവനോട് പറഞ്ഞതെന്താ? നിന്റെ കുലദൈവമൊക്കെ താഴ്ന്നവന്റെ ദൈവമാണ്. അത് തമ്പുരാക്കന്മാരുണ്ടാക്കി തന്നതാണ്, അത് നമ്പൂതിരിമാരുണ്ടാക്കി തന്നതാണ്. മാടനും മർദ്ദികൾക്ക് മോശപ്പെട്ടതാണ്. തമ്പുരാന്മാരുടെ ദൈവത്തിലേക്ക് ഭൂമിക്കാൻ കഴിയാത്തതുകൊണ്ട് നിനക്ക് തമ്പുരാന്മാരുടെ ദൈവമാണ്, തനത് ദൈവമല്ല എന്ന് പഠിപ്പിച്ച് അവൻ അപകർഷത ഉണ്ടാക്കിക്കൊണ്ട് ഇവരുടെ നാട്ടിലാക്കിയിരിക്കുക. അപ്പൊ അത് മാറണമെങ്കിൽ ഇത് ക്ഷേത്രങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടും. അത് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പഠിക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് പുലയൻ എന്ന് പുലയനെ വിളിക്കുന്നതുകൊണ്ടാണ്. പുലയെന്ന് മോശമാണ്. പുലയൻ ഇവിടെ ഇന്ന് നേതാക്കന്മാർ പുലയ സമാജം എന്ന് പറയും. പക്ഷെ പുലയൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേസ് കൊടുത്തില്ല. എന്നെ പുലയൻ എന്ന് വിളിച്ചു. അഭിമാനം ഉണ്ടാകണം. പുലയൻ പറയാൻ അഭിമാനം ഉണ്ടാകും, കേട്ടവൻ അഭിമാനം ഉണ്ടാകും. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജാതി പേര് വിളിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കരുത്. നിങ്ങളുടെ അച്ഛന്റെ പേര് കോരൻ എന്നാണെങ്കിൽ അത് കോരനാണെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണ്. കോരനാണെന്ന് പറയുകയല്ല വേണ്ടിയിട്ടാണ് അതിനൊരു മഹത്വം. അതുപോലെ പുലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആധാരങ്ങൾ, ആധാരങ്ങൾ ആദ്യത്തെ ആധാരം മൂലാധാരമാണ്. നമ്മളതിന് കുല ആധാരം. മൂലാധാരം പൃഥ്വി തത്വം, ഭൂമി തത്വമാണ് മൂലാധാരം. ആ മൂലാധാരത്തിൽ ഗണേശൻ ഗണപതി ഇരിക്കുന്നതാണ് നമ്മൾ ശരണം. പക്ഷെ ആദ്യമെന്ത് ഗണപതി എന്ത് മൂലാധാരം. പക്ഷെ അവനൊന്നറിയാം, അവന് കുലാധാരമുണ്ട്. അവിടെ ഒരു ചാത്തൻ ഇരിക്കുന്നുണ്ട്. ആ ചാത്തന്റെ പേര് കുലക്കുട്ടി ചാത്തൻ എന്നാണ്. അതിനൊരു ആനയുടെ രൂപമുണ്ട്, അതിന് ചേറിന്റെ ഗന്ധമുണ്ട്, ചേറിന്റെ രൂപമുണ്ട്, ചേറിന്റെ നിറമുണ്ട് എന്നവനറിയാം. അവനറിയാം. അവൻ ആ കുലക്കുട്ടി ചാത്തനെ ആരാധിച്ചു. അതിന് മറ്റൊരു വിശേഷതയുണ്ട്. അതാണ് കാളി, ത്രികോണസ്ഥിതമായിരിക്കുന്ന കാളി. ആ കാളി ത്രികോണവും ത്രികോണമായി തീർന്നുകൊണ്ടാണ് അതിനെയാണ് ചതുർവേദം പാടിക്കൊണ്ടിരിക്കുന്നത്. അഗ്നിമീളേ പുരോഹിതം എന്ന് പറഞ്ഞ അഗ്നി. ആ അഗ്നി എന്താണ്? ഈ പുലയന്റെ വീട്ടിലിരിക്കുന്ന പുലയൻ പ്രാർത്ഥിക്കുന്ന കാളിയാണ്. അവന്റെ ഉള്ളിലാണ്. അത് പഠിച്ചത് അവൻ മറ്റൊരു ഭാഷയിലല്ല, അവൻ അറിയാമായിരുന്നു. എന്റെ പൊന്നു മക്കളെ, ഇതാണ് സനാതനം. ഇതാണ് സനാതനം. അങ്ങനെ പുലയൻ അത് പഠിക്കാം. അടുത്ത നമ്മൾ പറയും നാരായണൻ. ഈ നാരായണൻ വിളിച്ചിട്ട് എന്താ വിളിച്ചത്? നീർക്കുട്ടിച്ചാത്തൻ എന്നാണ് വിളിച്ചത്. മൂലാധാരം കഴിഞ്ഞാൽ മണിപൂരകം, അതിന് നീരാധാരം എന്ന് പറയും. അവിടെ വെള്ളത്തിലിരിക്കുന്ന
ചാത്തനുണ്ട്, അതിന്റെ പേരാണ് ചാത്തൻ. അങ്ങനെ നരത്തിൽ ജലത്തിലായനം ചെയ്യുന്നത് നമ്മളെ വിളിക്കുക നാരായണൻ. നാരായണൻ വിളിക്കുമ്പോൾ നീർക്കുട്ടിച്ചാത്തൻ ഒന്നില്ല, ഒരാളാണ്, ഒരേ തത്വമാണ്. അടുത്തതാണ് തീക്കുട്ടിച്ചാത്തൻ. തീയാധാരത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ അതിനെയാണ് എന്ന് പറയുന്നത്. ഇവരിതൊക്കെ പഠിച്ച സംസ്കൃതത്തിലല്ല, ഇവന്റെ തനത് ഭാഷയിൽ അത് പഠിക്കാമായിരുന്നു. ഇപ്പൊ പറഞ്ഞു കാളിയെ ആരാധിക്കുക എന്ന് പറഞ്ഞു. പുലയനും പറയുന്ന കാളി ആരാധിക്കുമ്പോൾ ഒരു നായർ തറവാട്ടിൽ ആരാധിക്കുക, കാളി ഉണ്ടായിരിക്കും, പക്ഷെ അകത്തറയിൽ അകത്തമ്മ ഉണ്ടായിരിക്കും. നായർ തറവാട്ടിൽ ഏതാണ് അകത്തമ്മ? അത് സാക്ഷാൽ അന്നപൂർണേശ്വരിയായിരിക്കുന്ന ഭുവനേശ്വരിയാണ്. ഭുവനേശ്വരി ഇരിക്കുന്നവിടെയാണ് ക്രീംകാരത്തോട് ഹരയും എന്ന് പറയുന്ന ക്രീംകാരത്തോടുകൂടി ഭുവനേശ്വരിക്കുന്നത് മൂലാധാരത്തിൽ തന്നെയാണ്. ഗണപതിയും അതുപോലെ ഭുവനേശ്വരി നായർ ഭുവനേശ്വരി ഗണപതിയുമാണ്. അപ്പൊ നമ്പൂതിരിപ്പാടിനോ അവന് വേദമല്ലേ? അതെ, അവൻ നിത്യേന അവന്റെ മൂലാധാരത്തെ ദേവതയോട് പറയുന്നതാണ് അല്ലയോ സവിതാവേ, നിങ്ങളുടെ പ്രകാശിപ്പിക്കണേ. അതായത് അവന്റെ മൂലാധാരത്തോട് കിടക്കുന്ന ആ ശക്തി എന്ന് പറയും. അതിനാണ് സവിതാവേ എന്ന് പറയുന്നത്. അതും മൂലാധാരമായി തന്നെയാണ്. ഒരു വൈദികൻ ഉപനയനം ചെയ്യുമ്പോൾ ആദ്യം പ്രണവമാണ് എന്ന് ഉപദേശിക്കും. പിന്നീട് ആ പ്രണവത്തിന്റെ അർത്ഥത്തെ അവൻ അറിയാനുള്ള ജീവിതമാണ്. അതിന്റെ താക്കോലാണ് ഗായത്രി. 3 പാദങ്ങളോട് ഗായത്രി ഉപദേശിക്കും. ആ 3 പാദങ്ങൾ നിത്യേന ജപിച്ച് കുറെ കഴിയുമ്പോൾ അർത്ഥം അല്ലയോ സവിതാവേ, ഞങ്ങളുടെ ഹൃദയം പ്രകാശിപ്പിക്കണേ. ഊണയുണ്ടായിട്ട് എന്തിനാ ഒരു ചോദ്യമാണ്. നിങ്ങൾ സവിതാവിനെ വിളിക്കുന്നു, നിങ്ങൾ കാളിയെ വിളിക്കുന്നു, നിങ്ങൾ ചാത്തനെ വിളിക്കുന്നു, പോത്തനെ വിളിക്കുന്നു, എന്തിനാണ് വിളിച്ചോളൂ. എന്തിനാണ് വിളിക്കുന്നത്? ബുദ്ധി പ്രകാശിക്കാൻ ബുദ്ധി ഉണ്ടായിട്ട് എന്ത് ചെയ്യും? അതാണ് ഗായത്രിയുടെ 4ാമത്തെ പാദം. ആ 4ാമത്തെ പാദം പുരുഷ ശുശ്രൂഷയുടെ അവസാനത്തിലുള്ള വൈദിക നേരത്തെ പറഞ്ഞ ഷോഡശ സംസ്കാരങ്ങളിലൂടെ നിങ്ങൾ സന്യാസം സന്യാസം ലഭിക്കുമ്പോൾ, നിങ്ങൾ ശിഖയും പൂണൂര് പറഞ്ഞ് സന്യാസത്തെ സ്വീകരിക്കുമ്പോൾ 4ാം പാദം കിട്ടും. പരോരജസേ സാവധം, രജസിനെ ആരാധിച്ചോളാൻ കഴിയാം. അപ്പൊ സന്യാസത്തിലൂടെ പോണെങ്കിൽ ഷോഡശ സംസ്കാരം, ആ സന്യാസമാണെങ്കിൽ. ഇവിടെയാണെങ്കിലോ തന്ത്രത്തിന്റെ മാറ്റത്തിൽ പോയി അങ്ങനെയില്ല. കരിമുട്ടോടും മക്കളോട് കുഴപ്പമില്ല, അവിടെയും കിട്ടും പരാശക്തി ആരാധിക്കാൻ. അപ്പോഴാണ് വീട്ടിൽ കുലദേവതയും പരദേവതയും ഉണ്ടാകും. രണ്ടായിരിക്കും. കുലദേവത കുലവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ നിത്യേന ആരാധിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഞാൻ പാണനാണ്, ഞാൻ പണയനാണ്, ഇങ്ങനെ ചാവുന്നത് വരെ നിങ്ങൾ പാണെന്ന് പറയുന്നതായിരുന്നു ഒരു ഗുണാർക്കുണ്ടാവും. അതിന് പകരം എന്ത് വേണം? ആ ജാതിയിൽ നിന്ന് ഉയരണം. എന്താണ് ഭഗവാൻ പരമശിവൻ പറഞ്ഞ കൗളമാർഗം? ജാതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, വർണ്ണം ഉണ്ടാക്കാനല്ല. ഇവിടെ എഴുതിയതുപോലെ വർണ്ണവും ജാതി ഉണ്ടാക്കാനല്ല പരമശിവൻ പറഞ്ഞത്. വൈദിക മാർഗം ബ്രഹ്മാവ് പറഞ്ഞതിന് വേണ്ടിയല്ല. അതിനാണ് നമുക്ക് സത്യത്തെ അറിയാൻ വേണ്ടി അവിടെ ഭഗവാൻ പറഞ്ഞതാണ്. ഭഗവാൻ 8 കാര്യങ്ങളുള്ളവൻ മൃഗമാണ് എന്നാ പറഞ്ഞു, പശുവാണെന്നാ പറഞ്ഞു. മക്കളെ, നിങ്ങൾ കേവലം മൃഗങ്ങളാകാതെ ശിവനായി പരിണമിക്കും. സദാശിവനാകുന്നത് വേണം. അറപ്പ്, വെറുപ്പ്, നാണം, ഭയം, ശീലം, കുലം, ജാതി, ഇത്തരം ചിന്തകളെയൊക്കെ നിങ്ങൾ വലിച്ചെറിയൂ. ആ വലിച്ചെറിയുമ്പോഴെങ്കിൽ നമ്മൾ കുലദേവതയെ മാത്രം ആരാധിച്ചാൽ പോരാ, പരദേവതയെ കൂടി ആരാധിക്കണം. അതുകൊണ്ടാണ് കുലദേവതയും പരദേവതയും ഇത് രണ്ടും ഉണ്ടായിരിക്കും. ഇതറിഞ്ഞിട്ടാണ് കാരണവന്മാർ നമ്മുടെ തറവാട്ടിൽ നിന്ന് പോയിട്ട് ചില മലബാറികളിലായിരിക്കാം, ചില ശാസ്ത്രീയ ഗുരുക്കന്മാരിലായിരിക്കാം, ചില കൗള പാരമ്പര്യങ്ങളിൽ നിന്നായിരിക്കാം അറിവിനെ നേടി വന്ന് നമ്മളെയൊക്കെ വീട്ടില് ചെറിയ കല്ലോ ഒരു മരത്തിന്റെ പീഠോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ എന്തായി? നമുക്ക് എല്ലാവർക്കും നമ്പൂതിരിപ്പാടിന്റെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് കയറാൻ തോന്നി. ആയബുദ്ധിയോട് അറിഞ്ഞില്ലെന്നല്ല, സെക്കൻഡ് ഒരു സിനിമയില് എന്തോ പറയുമ്പോൾ വെള്ളം കൊണ്ട് പുറത്തു കഴിഞ്ഞു. ഇവിടെ അറിയില്ല. അതുപോലെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്പൂതിരിപ്പാടിന്റെ ക്ഷേത്രത്തിലേക്ക് നമുക്കൊരു കാലഘട്ടത്തിൽ കയറാൻ തോന്നി. നമ്മളതിന്റെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഞങ്ങളെ ക്ഷേത്രത്തിലേക്ക് കയറ്റുന്നില്ല, ഞങ്ങളെ ഹിന്ദുക്കളായി അംഗീകരിക്കുന്നില്ല. എന്റെ പൊന്നു മക്കൾ ഇപ്പോഴും ചോദിക്കുകയാണ്, നമ്മളെ ആരാണ് ഹിന്ദുവായി അംഗീകരിക്കേണ്ടത്? ആരാണ് അംഗീകരിക്കേണ്ടത്? നമ്മളായി അംഗീകരിക്കും. നിങ്ങൾ ഹിന്ദുവാണെന്ന് നിങ്ങളാണ് അംഗീകരിക്കേണ്ടത്, അത് അപ്പുറത്തുള്ളവരല്ല. അവൻ അധികാരം കമിച്ചു കൊടുക്കുന്നത് നിങ്ങളാണ്. ആ ബോധ്യം നിങ്ങൾക്കുണ്ടാകും. നമ്പൂതിരി നമ്മൾ അംഗീകരിച്ചില്ല, നായർ അംഗീകരിച്ചില്ല, സവർണർ അംഗീകരിക്കുന്നു തുടരുന്നു. നാമാണ് നമ്മളെ ഹിന്ദുവായി അംഗീകരിക്കേണ്ടത്. അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതിന് കാരണം നമുക്ക് നമ്മുടെ ആരാധനയുടെ മഹത്വം അറിഞ്ഞില്ല. പിന്നെ അവസാനം കുറെ മഹാത്മാക്കൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു.
കേറിയിട്ട് ഇപ്പൊ നമ്മളെന്താ എന്ത് മാറ്റം? ഇപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് എന്താ? കേൾക്കാത്ത അമ്പലങ്ങളാണ്. ഇതിൽ പത്രത്തിലൊക്കെ ചില വാർത്ത വരും. അതാ ദലിതൻ സവർണന്റെ അമ്പലത്തിലേക്ക് കയറി, അവര് തല്ലി. അതാ മറ്റവൻ കയറി, അവര് തല്ലി. ഇവിടെ വലിയ വലിയ ക്ഷേത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നുകൊണ്ടിരിക്കുക. പക്ഷെ എന്താണ് അന്വേഷിക്കാണ്? അവരെ കുറ്റം പറയുന്നില്ലല്ലോ, അന്വേഷിക്കാണ്. ഏതെങ്കിലും തുറക്കാറുണ്ടോ? എന്നാൽ ശരി, അവിടെ നിന്ന് പോയിരിക്കാം. അപ്പൊ അവരുടെ ആഗ്രഹം ക്ഷേത്രപ്രവേശനമാണോ അതോ ഈ ഹിന്ദു ധർമ്മം പറയുകയാണ്? സ്വയം വിചാരം ചെയ്യും. അപ്പൊ അത് അത്തരം വിഷയത്തിലേക്ക് നമ്മൾ പോകരുതെന്നാ പറയുന്നത്. അടി കൊണ്ടെങ്കിൽ കൊള്ളാനായിട്ട് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു. അത് എത്ര ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, തിരുപ്പതി ക്ഷേത്രം, അങ്ങനെ ഭാരതത്തിലുള്ള മഹാക്ഷേത്രങ്ങളെല്ലാം എല്ലാവർക്കും വേണ്ടി തുറന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒന്നുമില്ലാതെ തെരഞ്ഞെടുക്കുക എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുക? അപ്പോഴല്ലേ അപ്പുറത്തുള്ള എന്താ പറയുക ജമാഅത്ത് ഇസ്ലാമിക്കാരും മറ്റവരൊക്കെ ചിലപ്പോ അല്ലെങ്കിൽ ഈ ISIS ആൾക്കാരും താലിബാനിസ്റ്റൊക്കെ എന്തെങ്കിലും ഒരു വിഷയം എത്തുകയുള്ളൂ. അപ്പൊ അതിന് നമ്മൾ വഴി ഉണ്ടായി കൊടുക്കുമ്പോൾ അതിന്റെ പുറകെ എല്ലാം പോകും. ഗോമാംസം, ഈ പശുമാംസം കഴിക്കുന്ന ഒരു വീടുകളും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അത് നമ്പൂതിരിമാര് മാത്രമല്ല, ഒരു ജാതിക്കാരും കഴിച്ചില്ല. പോത്തിറച്ചി കഴിച്ചിട്ടെന്നാൽ പൊലയന്റെ പൊലയാണെങ്കിൽ കുളിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവനാണെങ്കിൽ ഗോമാംസം കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതെന്തോ സവർണന്റെ സംഘപരിവാറിന്റെ ആണെന്ന് പറഞ്ഞ വിഷയം എന്താണ്? പ്രശ്നം ഉണ്ടാക്കുക എന്നാണ്. നമ്മുടെ ഭക്ഷണത്തിൽപ്പെട്ടതായതുകൊണ്ടല്ല, കഴിച്ചിട്ടില്ല. ഇപ്പൊ കഴിക്കുന്ന വിരോധം പറഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് നമ്മൾ കാണും, നിങ്ങളുടെ കട്ടിയിലേക്ക് നമ്മൾ നോക്കുന്നു. പക്ഷെ അതൊരു വിഷയത്തോട് ഉണ്ടാക്കുമ്പോഴത്തേക്കില്ല, അത് ഇമ്പോർട്ടന്റ് അല്ല. ഇപ്പൊ കഴിക്കണമെങ്കിലോ ചിലര് പറയും സാധുക്കളുടെ ഭക്ഷണമാണ്. പോത്തിറച്ചിക്ക് എന്താ വില നമുക്ക് അറിയാം. എന്താ വെച്ചാൽ 15 രൂപ ഉണ്ടാവും കിലോന് നമ്മൾ ഉപയോഗിക്കും. ഈ എന്താ പറയാ ഉള്ളി തക്കാളി വാങ്ങി പഴറ്റാൻ വയ്യാത്തവരാണ് 10 കിലോ 100 രൂപ പോത്തിറച്ചി വേണ്ടത്. ചിന്തിക്കണം. ഇപ്പൊ വിഷയം എന്താണ്? ഹിന്ദുവിന്റെ ഇടയിൽ വിഘടനം ഉണ്ടാക്കണം, എന്നെന്നും ഈ അസ്പൃശ്യത ഉണ്ടാക്കണം. അതിന് പിന്നെ പറയുന്നത് അടുത്ത ക്ഷേത്രപ്രവേശനം വന്നപ്പോൾ പിന്നെ ഉണ്ടായാൽ പൂജ പഠിച്ച എല്ലാവർക്കും പൂജകന്മാരാണ്. 1987 തോന്നുന്നു പാലയം വിളംബരം, പാലയം കൊട്ടാരത്തിൽ കുറെ പണ്ഡിതന്മാരൊക്കെ തീരുമാനിച്ചതാണ് കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം. അതുകൊണ്ട് എന്ത് ചെയ്യാം? പൂജ പഠിച്ചവർക്കൊക്കെ പൂജാരിമാരാകാം. അത് കേരളത്തിൽ സംശയിച്ചിട്ട് പൂജ പഠിച്ചിരിക്കണം. അച്ഛനായ പ്രകാരമുള്ള ഉപനയനം കഴിക്കണം. ഇപ്പൊ നമ്മളെന്താ കണ്ടിരിക്കുന്നത്? പൂജ പഠിക്കും, ഉപനയനം ചെയ്യും, ഒരാഴ്ചത്തെ കോഴ്സ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ ഫണ്ടിൽ പോയി എന്താണ് ഇനി ഗുരുവായൂർ എന്താണ്? ഞാൻ ബ്രാഹ്മണനാണ്. എന്താ ഈ ബ്രാഹ്മണമാണ്? എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അത് നമ്പൂതിരിയാണെങ്കിലും നമ്മളാണെങ്കിൽ ഓരോരുത്തരും തിരുത്തണം. എന്താണ്? അതല്ല അതിന്റെ അധികാരം. നിങ്ങൾക്ക് തൊഴിലുണ്ടെങ്കിൽ തന്നെ എന്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകത? അവിടെ ഭഗവാൻ കൃഷ്ണൻ ആവശ്യം. പക്ഷെ അവിടെ ഒരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതാണ് തന്ത്രശാസ്ത്ര ക്ഷേത്രത്തിനൊക്കെ അവിടെ ഒരു വ്യവസ്ഥ ഉണ്ടെന്നാണ്. ഇന്ന ഇല്ലങ്ങളിൽ ദേശങ്ങളിൽ ചുടപരമ്പരോ ദേശമാണ് അവിടുത്തെ പരമ്പരാഗത അർച്ചകന്മാർ പൂജിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. നിങ്ങൾ പുലപ്പാടൊക്കെ ചെയ്യാം. കൊടുങ്ങല്ലൂർ അവിടെ പുലയന്മാരുടെ ക്ഷേത്രമാണ്. നിങ്ങളൊന്ന് പോയി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഞാൻ പൂജ പഠിച്ചിട്ട് നമ്പൂരി, ഞാൻ പൂജ പഠിച്ചിട്ടുണ്ട് ശാസ്ത്രയ, എനിക്ക് പൂജിക്കണം അവിടുത്തെ പോലെ സമ്മതിക്കോ? അവിടെ കച്ചവടം കഴിയുന്ന അവിടെ കച്ചവടം കഴിക്കുന്ന പത്രത്തിൽ എനിക്ക് വാർത്തമില്ല. ഹിന്ദുക്കൾ ജാതി സവർണൻ അവർണൻ സംഘപരിവാർ നമ്മുടെ തേങ്ങാണെന്ന് ക്ഷമിക്കാനൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ വാക്കും കിട്ടിയിരിക്കും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അടിച്ചിട്ടുള്ളതല്ല. അത് എന്താണ് അതിന്റെ വ്യവസ്ഥ? ഈ പട്ടപ്പാടിയിൽ ആദിവാസികൾ അവിടെ കുറുമ്പ മുരുക തുടങ്ങിയുള്ള 3 ജാതിക്കാരാണ്. ഇരുളന്മാർക്ക് മാത്രമേ മല്ലീശ്വരനെ പൂജിക്കാൻ പറ്റൂ, മുരുകന്മാർക്കും കുടുംബങ്ങൾക്കും പറ്റും. അപ്പൊ പിന്നെ നമ്മൾ ദേവസ്വം നമ്മുടെ ദേവസ്വം ബോർഡ് ക്ഷേത്രം ജനാധിപത്യം വേണം. അത് ജനാധിപത്യ വിധി പ്രകാരമുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് എനിക്ക് തോന്നിക്കണം നായരും നടക്കുമോ? അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? അതുകൊണ്ട് നമ്മളൊക്കെ കലാഭവനോട് പറഞ്ഞ ചോറുള്ള ബുദ്ധിയാണ്. ഇത് ഹൈന്ദവരെ വികസിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യും. അതിനെ എല്ലാവരും അംഗീകരിച്ച് പ്രവേശിപ്പിക്കുന്ന ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ആചാരങ്ങൾ പഠിച്ച് എല്ലാ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളല്ല. ശൈവം ശാക്തയും വൈഷ്ണവം ഗൗവാരം ദാമ്പത്യം തുടങ്ങുന്ന വിധികളുള്ളത്. കൂടാതെയാണ് മലവാരം, ഗോത്രവിശ്വാസം, മലദൈവങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ശബരിമലയിലൊക്കെ നമുക്ക് ഒന്ന് പറയാം, ശബരിമലയിലെ ദൈവങ്ങളൊക്കെ മലയന്മാരുടെ ദൈവമാണ്. അതിലേക്ക് പറയാതെ അതൊക്കെ മലയന്മാരുടെ ദൈവം. അപ്പൊ ചോദിക്കാൻ അപ്പൊ നമ്പൂരിമാരാണെങ്കിൽ പോണോ? അവിടെ വേണ്ട. എന്തുകൊണ്ട്? ഒരു സമയത്ത് ഇവരൊക്കെ മതം മാറിപ്പോയപ്പോൾ, അവസാനത്തെ വലയിലും മതം മാറിപ്പോയപ്പോൾ, അവിടെ വാളഞ്ചൽ കൊണ്ടുവച്ചിട്ട് മതം മാറിപ്പോയി. അപ്പോൾ അത് ഏറ്റെടുത്ത് ഇന്ന് വരെ വിളക്ക് വെച്ചെങ്കിൽ ശമ്പളം കിട്ടിയിട്ടല്ലേ? അതിലൂടെ ശമ്പളം
പോയി വെച്ചിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ അവരെ ഇറക്കി വിടുകയല്ല. തെറ്റ് പറ്റിയിട്ടുണ്ടാവാൻ അവർക്കൊരു അവസരം ഉണ്ടാകുന്ന ചന്താവെന്ന് പറയാം. അവർക്കൊരു അവസരം ഉണ്ടാകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മാറ്റി നിർത്തലുമല്ല, സ്വീകരിക്കലാണ് സനാതനത്തിന് ആവശ്യം. ഈ ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ നാം അടിയുറച്ചു നിൽക്കുക. നമ്മൾ ഓരോരും നമ്മുടെ ജാതിയിൽ തന്നെ നിന്നോളൂ. സ്വാമി ചിദാനന്ദ പറയുന്നത് ഒരു ജാതിയിലെ പല സംഘടനയായിരുന്നു നമുക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പല പല സംഘടനകളിൽ ഒന്നായി ചേർന്ന് നേതാക്കന്മാരൊന്നും ചെയ്യില്ല. കാരണം വോട്ട് സിസ്റ്റമാണ്. അവർക്ക് നമ്മൾ എന്തും അന്വേഷിക്കണം അറിയില്ല. അപ്പൊ നിങ്ങൾ അണികൾ നിശ്ചയിക്കേണ്ടതാണ്. ഇങ്ങനെ വേണ്ട. ഒരു അച്ഛനും അമ്മയും പോലെ നമ്മൾ നമുക്ക് ചെന്ന് കാണാൻ സംഭവിക്കും. പ്രസിഡന്റ് സെക്രട്ടറി കൊണ്ടിരിക്കും, പക്ഷേ നായന്മാർക്കും തന്നെ പല നായ സംഘടന. നായർ ഒന്നല്ലേ ഉള്ളൂ, നായരൊന്നും വീടാനും അങ്ങനെ തന്നെ അതൊക്കെ ഒന്നായി ചേർന്ന ഒരു സൗകര്യമായി നിങ്ങളായിപ്പോൾ. അപ്പൊ അടുത്ത തവണ നമ്മൾ കൊടിവെക്കുന്ന സൗകര്യം ഒരു നായർക്ക് എത്ര കൊടിയായിരിക്കും? ഈ തോന്നില്ല ഗ്രൗണ്ട് മതിയാവും. ആദ്യം അവരൊന്നും ഉണ്ടാകട്ടെ, അപ്പൊ ഒരു കൊടി കൊണ്ടിട്ട് ഈ കൊടി മതിട്ടോ ഈ കൊടി മതി എന്ന് പറഞ്ഞാൽ ആ കൊടി നമുക്കൊക്കെ സൗകര്യമാണ് ഓരോരുത്തരും. അതുകൊണ്ട് അത് നിങ്ങളൊക്കെ പറയുന്നത് എന്തൊക്കെ ഉണ്ടാവുകയാണ്. എല്ലാവരും ഹിന്ദു ആണെങ്കിൽ നല്ല, പക്ഷെ അവിടെയാണ് നിങ്ങളുടെ കുലദൈവങ്ങളെ കുട്ടികളെ പഠിക്കുന്നത്. ഭഗവാൻ ശങ്കരാചാര്യ സ്നാനത്തിന് വേണ്ടി പോകുമ്പോൾ മുന്നേ പറഞ്ഞ ചണ്ടാളൻ ആ കാലത്ത് വേറെ പഠിക്കാൻ കിട്ടും. അപ്പൊ വേദങ്ങൾ പഠിച്ചിട്ടല്ല ചൈതന്യമേവ ചൈതന്യം എന്ന് പറഞ്ഞത്, അത് കുലദൈവാരാധന. നിങ്ങൾക്ക് വേദങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ. കണ്ണപ്പൻ ഭഗവാൻ പരമശിവൻ സ്ഥാപനത്തിന്റെ അച്ഛനെ കൊണ്ടിരുന്നത്, പക്ഷെ അവനെയാണ് ഭഗവാൻ വിളിച്ചത്. അത് നിങ്ങൾ ഏരിയയിൽ വേണം ഭക്തം പുഷ്പം ഫലം പോലെ നിങ്ങൾ ഏരിയയിൽ നിങ്ങളുടെ പൂർവിക പണ്ടുള്ളവരെന്ത് ചെയ്തോ അറിയാതിരിക്കണം. പണ്ടുള്ളവർ എന്ത് ചെയ്തോ? പണ്ടുള്ളവർ ക്ഷേത്രത്തിൽ പോയി ഇവിടെ ചൊറിഞ്ഞാൽ അതല്ല ചെയ്യേണ്ടത്. അതെന്തിനാ ചൊറിഞ്ഞേ ചോദിക്കുന്നത്? ചൊറിഞ്ഞിട്ടാണോ ചോദിക്കണം? സാമാന്യ ചോദിക്കണം. അപ്പൊ പണ്ടുള്ള ചെയ്ത് എല്ലാ തോന്നിവാസമൊക്കെയല്ല, അറിഞ്ഞായിരിക്കണം എന്തിനാണത് ചെയ്തേ. അല്ല അപ്പ, അല്ലെങ്കിൽ എന്റെ അപ്പൂപ്പ, അല്ല മാമ, അല്ല മേമി, അല്ല ഏട്ടാ, അല്ല കാമുറി, അല്ല മാത. ഇത് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യണം? വളം മരിക്കും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഉറഞ്ഞു കൊള്ളണോ? എന്തിനാണ്? എന്താണ് ഇതെല്ലാം? അല്ല ചില ആളുകൾ പാമ്പിനെ പോലെ എറിയുന്നു. എന്തിനാണ്? എന്താണ് ഇത്? നമ്പൂരാക്കന്മാരെ കാണുന്നില്ലല്ലോ എവിടെയും അവരും പാമ്പിനാകാതിരിക്കുന്നേ. അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടല്ലേ? ചോദിച്ചു ഉപനിഷത്തുകാരെ പോലെ ചോദിച്ച് അറിവിനെ സമ്പാദിച്ചു കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അറിവ് കേളിന്റെ കൂടെ പോകുന്നതല്ല സനാതനം, അറിവാകും സനാതനം. അതുകൊണ്ട് ചോദിച്ച് അറിവിനെ സമ്പാദിക്കണം. അതായിരുന്നു ഇവിടുത്തെ പാരമ്പര്യം. മടിയന്മാരൊക്കെ പഠിക്കുന്ന സമ്പ്രദായം മലബാറിൽ ആശ്രമം. അപ്പൊ നമ്മളെ പേരിട്ടപ്പോൾ മലവായി, അത് ആ ഒരു ആശ്രമത്തെ കുറിക്കുക. മലവായി ആശ്രമം. ആ സമ്പ്രദായത്തിൽ 7 വർഷം വരെ പൂർവ്വകാലത്ത് പഠനം. എങ്ങനെ പഠിക്കുന്നത്? ഈ പ്രാഥമിക പഠിക്കുന്ന രീതിയില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഗുരുവിന്റെ ശിക്ഷണ രീതികളാണ്. ആ ശിക്ഷണയുടെ അർത്ഥഭാഷകളില്ലാതെ അവസാനം ഒരു ബോധവും അവൻ രാത്രിയും കാണും, നീതിയും കാണും. അതൊരു ഉപാസനാ പാരമ്പര്യം, സാധനാ പാരമ്പര്യം, ക്രിയാത്മകമാണ്, കർമ്മയോഗിയാണ്. ആ മാർഗം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കുറെ തെയ്യപ്പെടുന്നവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എവിടുന്ന് വന്നു? നമ്മൾ കുട്ടപ്പ എവിടുന്ന് വന്നു? ഇത് പഠിച്ചു വന്നതാ. പക്ഷെ നമ്മളോ കഴിഞ്ഞ കാലഘട്ടത്തിൽ താമന്മാര് കോടിയാക്കും. ഇപ്പൊ എന്തായി? അതേ ടൈമിൽ നമ്മൾ കഴിയാം. നമ്മൾ വളർത്തിലും കൂടി ഉണ്ടാവില്ലെങ്കിൽ നാട്ടിൽ പോയി കോടിയെ വാങ്ങിക്കൊണ്ടു. പിന്നെ നാണവന്മാരുടെ വലിക്കുന്നത് അതൊന്നും വാങ്ങൊരു ഭൂമി. ഒരു നാണവന്മാരല്ല ടീച്ചറും മാഷൊക്കെ പോയി നിൽക്കും. ഇവരെന്ത് ഇത് വാങ്ങേണ്ട കാരണവന്മാര് പോയി സാധനം കിട്ടി. സത്യത്തിൽ അതാണോ വേണ്ടേ? വെക്കേണ്ടത് വെച്ചോളൂ. പക്ഷെ എന്തിനാണ് ചെയ്തതെന്ന് അറിഞ്ഞ് ചെയ്യണേ, അറിഞ്ഞാചരിക്കണം. അത് ചെയ്യണം. പക്ഷെ എന്തിനാ കോഴിയെ വെക്കുകയാണെങ്കിലോ വെട്ടുന്ന സമയത്ത് നമുക്ക് പാപം കോഴിയെ കൊന്നു. ഒപ്പം മറ്റൊരു സാത്വികാചാരങ്ങൾ നമുക്കില്ല. വൈദിക ദക്ഷിണാചാര്യമായി ഇത് മഹാപാപമാകുന്നു. ഇത് മഹാപാപമാകുന്നു. കോഴിയെയും ആടിനെയും കൊന്നവരുടെ ആ ഒരു കൂട്ടമക സുഖത്തിലേക്ക് കടന്നു പോകുമ്പോൾ കോഴികളും ഒക്കെ അപ്പൊ കോഴിയാണല്ലോ നീ ആരുടെ പറഞ്ഞ പോലെ ഇല്ല. അവർക്ക് കോഴിയോട് നിൽക്കോ, കോഴിയോട് നിൽക്കോ, ആടോട് നിൽക്കോ, എന്ത് പട്ടികച്ചിട്ടിൽ നിന്നിട്ടുണ്ടോ? അപ്പൊ പേടിയോ? അപ്പൊ അതിന് കാരണം ഉണ്ടായിട്ട് എന്താണെന്നറിയില്ല. അവിടെ ഭഗവാൻ കൃഷ്ണൻ എന്നാണ് ഗീതയിൽ പറയുന്നത്, സ്വധർമ്മം നിധനം ചെയ്യാ പരധർമ്മോ ഭയാവഹ. ഭാഗവതം കേട്ടോട് പക്ഷെ കേൾക്കുമ്പോൾ കുഴപ്പമില്ല. അത് ഞാനുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, അത് വൈഷ്ണവരുമായി ബന്ധപ്പെട്ടത്. നമുക്ക് കേൾക്കാൻ സൗകര്യം എന്താ?
ദേവീ ഭാഗവതങ്ങൾ പോലും ഈ പറഞ്ഞ ആൾക്കാരുണ്ട്. എന്താണ് ദേവീ ഭാഗവത്? ജനകരാജാവിന്റെ ശുഖബ്രഹ്മണി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പാപമല്ലേ എന്നുള്ളത്. അപ്പോ ജനക മഹാരാജ് കൊണ്ട് ഒരിക്കലുമില്ല, ഒരിക്കലും ഭക്തനായിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ചില കർമ്മങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ഭാഗമാണ് യജ്ഞബലി. യജ്ഞബലി വെച്ച് ഭഗവാൻ ശങ്കരാചാര്യൻ പറഞ്ഞ ഭേദവിധി പ്രകാരമുള്ള ബലിയല്ല, അത് ഹിംസയല്ല, അത് അഹിംസയാണ്. അതെങ്ങനെ ശരിയാകും? വേദത്തിലുണ്ടല്ലോ മൃഗബലി ചെയ്യാൻ പാടില്ല, ഹിംസയാണ്. ആ വേദത്തിൽ തന്നെ മൃഗബലി ചെയ്തോളൂ, അത് അഹിംസയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? രണ്ട് കാര്യം വേദം പറയുന്നു, തന്ത്രത്തിലും കിട്ടത്. തന്ത്രത്തിലും പറയും, ബലി പറയും. എന്നിട്ട് പറയും മൃഗങ്ങളെ കൊന്ന നരകത്തിൽ പോയി ഒന്നോന്ന് പണ്ട് കോടിയുടെ കഴുത്തിൽ തട്ടി വെച്ച് അടുത്ത വേദന പറയാണ് ഒന്നോ നരകത്തിൽ പോകുന്നു. അപ്പൊ ആ വിഷയം ഇതന്നെ കിട്ടുന്നത് ഇപ്പൊ പലപ്പോഴും പല സഭകളിൽ നടന്നൊരു കാര്യമാണ്. കോഴി വെട്ടിക്കൊണ്ടുള്ള ദൈവങ്ങളുടെ സപ്പോർട്ടിന്റെ സാമ്യം പറയും നരകത്തിൽ പോകും. അപ്പൊ ഇവർക്കാണെങ്കിൽ എവിടെയും പറയും ഒന്നോ നരകത്തിൽ പോകും. ഇതെന്താ രണ്ട് വേദത്തിൽ തെറ്റുവെച്ചോ? വേദത്തിൽ തെറ്റുവെച്ചില്ല, വേദവ്യാഖ്യാനത്തിൽ തെറ്റുവെച്ചു. അത് തന്നെയാണ് വർണ്ണത്തിന്റെയും കാര്യം സംഭവിച്ചത്. വ്യാഖ്യാനിക്കുന്നവനാണ് തെറ്റ്, വ്യാഖ്യാനിക്കുന്നവനാണ് തെറ്റ്. നമ്മൾ മറ്റെന്തോ ഇവിടെ എന്താണ് വേദവിധി പ്രകാരം ചെയ്യുന്നതെന്തോ അത് അഹിംസയാണ്. എന്നെ ഒരാൾ കൊല്ലാൻ വരും, ഞാൻ അയാളെ കൊന്നു, നിയമപരമായിട്ട് നിരീക്ഷിക്കപ്പെട്ടായിരുന്നു, അതെല്ലാം പറയുന്നത്. അത് എന്റെ ആത്മരക്ഷയാണ്, ധാർമ്മികമായിട്ടൊന്നും ശരിയില്ല. ഇപ്പൊ മഹിഷാസുരനെ ദേവി കൊല്ലുക, അത് തെറ്റാവോ? അത് കൊലപാതകമേ, അതിന് വധം എന്നാണ് പറയുന്നത്. അല്ല കഴുത്തിൽ കത്തിരിക്കല്ലേ ചെയ്യുന്ന ആൾക്കാരല്ലേ പണ്ട് കാലത്ത് വധം. ഇത് പറയുന്നവൾ യജ്ഞകാര്യത്തിനാകാം, പിതൃകാര്യത്തിനാകാം, അത് അഹിംസയാകുന്നു. എന്നാലോ എന്റെ മകളുടെ കല്യാണമാണ്, ഒരു 300 ആൾക്ക് സദ്യയുണ്ട്, ചിക്കൻ ബിരിയാണി മതി. ഈ ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞാൽ അത് അഹിംസയല്ല, അഹിംസയാണ്. പറഞ്ഞാലും അജണ്ടത്തിൽ എല്ലാ കാര്യങ്ങളും ചോറൂണിന് വരെ അതിന് ചോറിനാൻ പറ്റും, നമ്മൾ ചിക്കൻ ബിരിയാണി. അപ്പൊ അത് പാപമാണ്. ധർമ്മവിധി പ്രകാരം അറുത്ത മാംസം കഴിക്കാൻ മാത്രമേ കഴിക്കുന്നവർക്ക് വിധിയുള്ളൂ. കഴിക്കണം ഒരു നിർബന്ധമില്ല. കഴിക്കുന്നെങ്കിൽ നിങ്ങളെ പറ്റി നോക്കി എന്താ, നിങ്ങളെ പറ്റി ഒന്നും അധികം സംശയിച്ചിട്ടുള്ള എന്ന് പറഞ്ഞ അറുത്ത കോടിയുടെയും ആണിന്റെയും അറിയില്ല. എന്തിന്റെയൊക്കെ ഇറച്ചി എവിടുന്നൊക്കെ കെട്ടിപ്പെട്ടി വരുന്നതാണ് ഹിന്ദുക്കൾ അധികവും കഴിക്കുക. എന്നിട്ടോ കേസ് മതം മാറിപ്പോ അതിന് പോകും. പക്ഷെ അല്ലാത്ത വിഷയം എന്റെ കുട്ടിക്ക് കൈവശമുണ്ട്, എന്റെ ഭർത്താവിന് കൈവശമുണ്ട്, മറ്റൊരു കൈവശമുണ്ട്. ഈ ലിസ്റ്റി കണ്ടി കഴിക്കുന്ന ഒരു കൈവശമാണെന്ന് അറിയുമ്പോഴല്ലേ അത് മാറ്റുള്ളൂ. പണ്ടൊക്കെ നാടൻ കോടീനെ ആട്ടിപ്പിടിച്ചൊക്കെ തിന്നിട്ട് ഇഷ്ടംപോലെ കിട്ടുമ്പോഴേ ഇത് ഹിന്ദുക്കൾക്ക് അതൊന്നുമല്ല ഹിന്ദു, തിരിയും കൂടിയൊന്നുമല്ല ഹിന്ദു. പക്ഷെ ധാർമ്മികമായി കിട്ടണം. അതുകൊണ്ട് നമ്മുടെ കുലത്തെയും ധർമ്മത്തെയും അറിയും. ജാതിയെ നിങ്ങൾ നന്നായിടണം. നിങ്ങളുടെ ജാതി കേവലമായി അറിയില്ല, അഭിമാനിക്കുക. ഒരു റിക്വസ്റ്റ് പട്ടികജാതി പട്ടികകളുടെ വിളിക്കണം, ജാതി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛന്റെ പേരല്ലേ, എന്റെ അച്ഛന്റെ പേരല്ലേ, എന്റെ അച്ഛന്റെ പേരെ പറയാൻ പറ്റുള്ളൂ. എന്റെ അച്ഛന്റെ പേര് നീലാണ്ടൻ എന്നാണ്. നീലകണ്ഠൻ വിളിക്കേണ്ട എന്റെ അമ്മ ആണ് മുഷക്കലേക്ക് നീലാണ്ടൻ എന്നാണ് പേര്. ഇത് പറഞ്ഞപ്പോൾ നിങ്ങളെ പാഠം പറയാൻ നിങ്ങൾ കേസ് കൊടുക്കില്ല. അത് നിങ്ങളുള്ളിലേക്ക് അപകർഷണം. അത് മാറ്റാൻ വെച്ച് നടക്കില്ല, വർണ്ണം നടക്കില്ല. എന്താണ് പുലയെല്ലാം ബ്രാഹ്മണരുടെ നമ്മളെല്ലാവരും മനസ്സിലാക്കി. ജ്ഞാനമുള്ളവൻ അതിൽ നോക്കാൻ പറ്റും അല്ല തമ്പുരാൻ, ജ്ഞാനമുള്ളവൻ. അപ്പൊ പുലയന്റെ രീതി പ്രകാരം ആ തത്വജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അവൻ പുലയന്റെ ബ്രാഹ്മണത്വം, അത് നമ്പൂതിരിയെ പറയുന്ന ബ്രാഹ്മണൻ എന്ന് പറയാം. പറയുമ്പോൾ നമ്പൂതിരിമാരിൽ അത്രയ്ക്ക് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അവനെ ബ്രാഹ്മണൻ വിളിക്കാം. പൂണൂല് കണ്ടോണ്ട് ബ്രാഹ്മണൻ വിളിക്കാൻ എന്താണ് നിർവ്വാണം പറഞ്ഞ കലോ ബ്രാഹ്മണ നേതാവ് കേവലം സുപ്രധാനം. കലികാലത്തിലെ ബ്രാഹ്മണനാകാനുള്ള ഏക മാർഗം അറിയോ? കടയിൽ പോകാൻ 2 വാങ്ങാം, 2 ദിവസം വീട്ടിൽ വരിക, കുപ്പായോര് അമ്പലത്തിൽ ബ്രാഹ്മണനായി. കാരണം കലികാലത്തിൽ ഈ പൂർവ്വധാരണമാകും ബ്രാഹ്മണത്തിന്റെ ലക്ഷണം. നമ്മൾ അവരുടെ ഒരു വടി പിടിച്ചിരിക്കുന്ന ഒരു ചൂരൻ, പണ്ട് ചില തറവാട്ടിലെ മുത്തപ്പന്മാരുടെ മുത്തപ്പന്റെ കീഴൊക്കെ ഉണ്ടാവും. ഈ ചൂരനല്ലാതെ 6 കെട്ട് കാണാൻ പറ്റും. അതായത് അത്തരം സമ്പ്രദായത്തിലൂടെ ജ്ഞാനം ആർജിക്കുമ്പോൾ അവരുടെ അടയാളം ആ വടിയാണ്. അവർക്ക് മേലെ ഈ 3 ഇഴ നൂലില്ല. അപ്പോൾ അവരുടെ ബ്രാഹ്മണ്യം അറിയിക്കുന്നത് അതിന്റെ അധികാരം വടിയാണ്. ഇപ്പൊ വിശ്വകർമ്മനെ പോയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല, വൈദിക സമ്പ്രദായത്തിലാണ് ഉപനയനം, തന്ത്രത്തിൽ ഉപനയനം പൂർവ്വധാരണ ദീക്ഷയാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് അവർക്ക് അധികാരം? എന്താണ് മുഴുക്കോൽ എന്ന് പറയും. മഴുക്കോൽ, മുഴുക്കോൽ എന്നൊക്കെ പറയും. ഒരു കോലുണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു മെഷർമെന്റ്. അത് മെഷർമെന്റ് അടയാളപ്പെട്ട് ഈ വടിയാണ് ആചാര്യക്ക് ഉപരീതം. പണ്ട് കാലത്ത് ആചാര്യ ക്ഷേത്രത്തിലേക്ക് കയറണമെങ്കിൽ ഇത് പിടിച്ചിട്ട് കയറാം, അല്ലാതെ കയറാൻ പറ്റില്ല. ഇതാണ് അധികാരം.
അപ്പൊ അതാണ് അവന്റെ യജ്ഞാധികാരം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. ചിലർക്ക് വല്ല കത്തിയായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഇത് നാം വിസ്മരിച്ചു പോയി. ആ വിസ്മരിച്ചതിൽ കൊളോണിയൽ വിദ്യാഭ്യാസം വന്നു. പിന്നീട് അതിന്റെ മുന്നേ ഇതിന്റെ ഇടയിലൊക്കെ പണം നടക്കാനുണ്ട്. അവർ വിപ്ലവം പറഞ്ഞാൽ പോരാ, ഇവർക്ക് സ്വാതന്ത്ര്യം വേണ്ട, ഇത് തമ്പുരാൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മക്കൂടി തോന്നുന്നു സംഭവം ശരിയാണല്ലോ. ഇത്രയും കാലം തമ്പുരാൻ നമ്മളെ അങ്ങനെ പണിയെടുക്കാതെ കൂലി കിട്ടിക്കല്ലോ, ഭക്ഷണം മാത്രമല്ലേ കിട്ടുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണ്ടേ. ഈ ഭൂമിന്റെ പണികളൊക്കെ അവന്റെ ഈ ഭൂമി നമുക്ക് ഷെയർ ചെയ്യണം, വെട്ടി 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 കൊടുക്കണം കേട്ടോ. അത് ഞാൻ നിന്റേത് അവന്റെ അവരുടെ തമ്പുരാനെ പാപ്പരാണ്. ഇദ്ദേഹം ഇതുകൊണ്ട് നേരെ സ്വീകരിക്കുന്നില്ല, രണ്ട് പരിപാടി നമുക്ക് ഇത് നമ്മൾ കാര്യം ഹിന്ദുക്കളെ എങ്ങനെയാക്കിയിരുന്നു. അപ്പൊ അങ്ങനെ ഇവന്റെ ഉള്ളിലേക്ക് വിദ്വേഷങ്ങൾ കെട്ടിയിട്ട് ഇവനോട് സമരം ചെയ്യാൻ പറഞ്ഞ ഭൂമിയൊക്കെ പലതാക്കി ഇവർക്കൊക്കെ ഷെയർ കൊടുത്ത് അവസാനം ഉപേക്ഷിക്കണം. നമ്മൾ പാടില്ല. കാരണം തമ്പുരാന്റെ നാട്ടിൽ നിന്നാണ് നമ്മൾ ജനിച്ചതാണ്. തമ്പുരാന്റെ നാട്ടിലാണ് ആ ഉപേക്ഷിക്കണത്തെ പറഞ്ഞ ആൾക്കാർ. അപ്പൊ എന്തായാലും ശരി, ഇങ്ങനെ വേറെ ഇവനെങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഇവൻ വിത്തിടുമ്പോ അപ്പോഴെന്താണ് ഒരു വിളക്ക് വെച്ച് ഒരു പഴം വെച്ച് ഒരു തേങ്ങ പൊട്ടിച്ച് തെക്കോ തുറന്നിട്ട് എന്റെ ദൈവങ്ങളെ ഇന്ന് കൊണ്ടാണ് ഇവൻ വിത്തിടുക അല്ലായിരുന്നു. അപ്പൊ ഒരാ ഇതൊക്കെ തമ്പുരാൻ ഇന്ന് കെട്ടിയിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതൊന്നും അവിടെ വിത്തിട്ടാലും ദൈവത്തെ വിളിച്ചാലുണ്ടെങ്കിലും അവിടെ വിത്ത് മുളയ്ക്കും എന്ന് പറഞ്ഞു ദൈവവിശ്വാസം ഇല്ലാതാക്കി. ഇതൊക്കെ ബ്രാഹ്മണ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അവൻ നിന്നെയായി താഴ്ചരം വേണ്ടിയിട്ടാണ് പറഞ്ഞു. അവരെ മന്ത്രങ്ങളും ഒക്കെ അവൻ ഉപേക്ഷിച്ചു. അവൻ ആചാരങ്ങളിൽ വിശ്വാസം ഇല്ലാതായി. ഫലമോ കൃഷി ഇല്ലാണ്ടായി. അന്നത്തിന് കേരളം തെണ്ടുകയാണ്. പണ്ട് തമ്പുരാൻ വെച്ചിരിക്കുമ്പോൾ അന്ന് അവരുണ്ടായിരുന്നു. പണ്ട് പറയാം നരേന്ദ്രമോദി വേഷം നിർത്തി, രാഷ്ട്രീയ അല്ല. അത് കഴിയുമ്പോൾ പിണറായി വിജയൻ നമ്മളങ്ങനെ പറയുന്നതാണ്. നമുക്ക് തിന്നാനുള്ള റേഷൻ നമ്മളാ നിർത്തിയുടെ വാക്ക്. ഇതുപോലെ തന്നെയാണ് ഇത് ക്യാൻസർ. നമ്മളെ എല്ലാവരും കാർത്തിൻ്റെ അസുഖമാണ്. എവിടെ നിന്നാണ്? നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അത് കോഴിയിറച്ചി കൊണ്ട് മാത്രമല്ല, കോഴിയിറച്ചി തിന്നാൻ തന്നെ അരി ഭക്ഷണം കഴിക്കുന്നവനും ഗോതമ്പ് കഴിക്കുന്നവനും പച്ചക്കറി മാത്രം കഴിക്കുന്നവനും ജനിച്ചു വരുന്ന കുട്ടിക്ക് പോലും ക്യാൻസർ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഭാരതീയ സംസ്കൃതിയെ ഇല്ലാതാക്കിയ ഉത്തരവാദികൾ. സനാതനത്തെ കുറ്റം പറഞ്ഞിട്ടാണ് ഡെങ്കി പോലെയും അല്ലെങ്കിൽ മലേറിയ പോലെയും കുറ്റോടെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന ആളുകളുടെ ഭൂരിപക്ഷം അതേ പദ്ധതി തന്നെയാണ് ഇതിനെ ഇല്ലാതാക്കിയത്. വിശ്വാസത്തിന്റെ ഫലമായി വിട്ടെറിയുമ്പോൾ അവനതിൽ മായം ചേർത്തിരുന്നില്ല, വിഷമിട്ടിരുന്നില്ല. എന്താണ് ഇത്? ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഇല്ലെന്നറിയും മുത്തരിയൊക്കെ കാണുന്നവരാണ്. അന്നമറുത്തെടുത്താൽ അത് ദൈവത്തിന് സമർപ്പിക്കണം. പാഷാണം ദൈവത്തിന് സമർപ്പിച്ചാൽ ഒരു സംശയവുമില്ല, നിങ്ങളും പാഷാണം തിന്നേണ്ടി വരും. ദൈവത്തിന് തിന്നാനല്ല കൊടുക്കുന്നത് എന്ന് നിങ്ങൾ അറിയുക. എന്താണ് ദൈവത്തിന് തിന്നാനല്ല, നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയാണ് സമർപ്പണം, നന്ദി പ്രകടനം. അത് നമ്മളാ നിങ്ങളെ അമ്പലത്തിന് നേരിച്ച ചോറ് പായസം കവളത്തിൽ വയ്ക്കുന്നുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഗുരുവായൂരപ്പൻ സിനിമയെ പോലെ കച്ചറുണ്ടാവും. തിരുമേനി അകത്തിരുന്ന് പറയും. അപ്പൊ സാധനം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന്റെ എന്താണ് കണ്ടൻ? അത് മാത്രമാണ് ഭഗവാനെ ബാധിക്കുന്നില്ല. അപ്പൊ വിഷമുള്ള ചോറ് കൊടുത്താൽ ഭഗവാൻ ചാവത്തൊന്നും. എന്താണ് ഭഗവാന്റെ കഴുത്ത് പിടിക്കാൻ ഒരു ഭഗവതി ഉണ്ട്, നിങ്ങളെ അടുത്ത് പിടിക്കാനോ ഹോസ്പിറ്റലുകൾ. അതൊക്കെ ഇങ്ങനെ മറ്റു ധർമ്മങ്ങളിൽ മറ്റു ഒരുപാട് ധർമ്മങ്ങൾ ധർമ്മമാണ്, മുഹമ്മദിന്റെയും ധർമ്മമാണ്. അവിടെ എവിടെയും ഇല്ലാത്ത സംഭവമാണ് ഭാരതീയ സനാതനമാണ്. തോടുന്നത് നമ്മൾ വിചാരിക്കും മുഹമ്മദ് വെക്കണം, മാത്രമല്ല അപ്പുസക്കാരൻ ഈ കാലം വെക്കണം, ഈ കാലം വെക്കണം. നമുക്കുണ്ട് ടോയ്ലറ്റിൽ പോകാൻ നമുക്ക് നിയമമുണ്ട്, നമുക്കറിയില്ല. കുളിക്കാൻ നിയമമുണ്ട്, മൂത്രമൊഴിക്കാൻ നിയമമുണ്ട്, പല്ല് തേക്കാൻ നിയമമുണ്ട്, തൊട്ടു തൊടാൻ നിയമമുണ്ട്. എന്തിനാണ്? ഇതൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, നിങ്ങളെ ആ ശിവത്വത്തിലേക്ക് നയിക്കുന്നത്. ബ്രാഹ്മണ രീതി പ്രകാരം ദേവസ്വണ്ടാവാം. നിങ്ങൾക്ക് ചെറിയ ഷോർട്ട് മന്ത്രങ്ങൾ മതി. ഒന്നുമില്ലെങ്കിൽ പല്ല് തേക്കുന്നത് ആവശ്യമായ പമ്പത് പല്ല് തേക്കും. ഈ പല്ല് തേച്ചിട്ടില്ലല്ലോ, അങ്ങനെ കേൾക്കാൻ നിങ്ങൾ ഒരിക്കലും വിളിക്കത്തുണ്ടാകും. നിങ്ങൾ സ്വയം ശുദ്ധരാണെന്ന് ചിന്തിക്കും. അശുദ്ധിബോധം സെമിറ്റിക് പദങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ടോ? അശുദ്ധമാകുന്നത് ശരീരമാണ്, കഴിക്കാൻ പോകും. ഉള്ളിൽ അശുദ്ധിബോധം അത് നാം ഉണ്ടാക്കുന്നതാണ്. ഇവിടെയാണ് ദത്താത്രേയ മഹർഷി പറഞ്ഞത്, അഹം ശുദ്ധ ഇത് ജ്ഞാനം. ഞാൻ ശുദ്ധനോ ഞാൻ ശുദ്ധയോരാണെന്ന് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. അത് അപ്പുറത്തെ കണ്ടല്ല, നിങ്ങളാണ്. പക്ഷെ ഓരോ നിയമങ്ങൾ ഇപ്പൊ എനിക്ക് ശുദ്ധിയിട്ടാണ് തോന്നിയപ്പോൾ ക്ഷേത്രം കയറാനില്ല. ക്ഷേത്രത്തിന് ഒരു ശുദ്ധി നിയമമുണ്ട്. അത് ആ ഒരു ക്ഷേത്രവുമായി ഓരോ ക്ഷേത്രം വ്യത്യസ്തമാണ്, ഓരോ ക്ഷേത്രം വ്യത്യസ്തമാണ്. അത് അവിടുത്തെ ആചാര പദ്ധതി അതിനനുസരിച്ച് പോകും. ഇതാണ് കീഴ്വഴക്കുന്നത്. ഇതൊക്കെ ചന്ദ്രബാബു പറഞ്ഞിട്ട് പൊക്കിക്കാണിക്കാനാണോ? അങ്ങനെ ഒരു ഉദ്ദേശമില്ല. നമ്മൾ ആവർത്തിച്ച് ഇവിടെ എല്ലാവരും അദ്ദേഹത്തെ അജിത് രാമവർമ്മ എന്ന് വിശേഷിച്ചു. നമ്മളിതുവരെ പേര് വിളിക്കാണ് തമ്പുരാൻ 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 വെച്ചിട്ട്
ബോധപൂർവ്വം ജനത്തിനിടയ്ക്കുണ്ടായി ഒരു തമ്പുരാട്ടി എന്ന് വിളിച്ച് വലിയൊരു ചുടാണ് അല്ലേ? ആ കാര്യത്തിൽ നമ്മൾ തമ്പുരാൻ വിളിച്ചു. കാരണം ഇതുവരെ നമ്മൾ അവർക്ക് മലയാളി തമ്പുരാൻ വിളിക്കാറില്ല. ഇപ്പൊ വിളിച്ചെന്താ വെച്ചാൽ 2 ദിവസം മുമ്പ് നമ്മള് ഈ ഒരു സന്യാസങ്ങളുടെ ഒരു യാത്ര, ആ സമയത്ത് ഈ പട്ടികജാതിപ്പെട്ടവരുടെ ദ്രാവിഡ ഒരു സംഭവം അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ ഒരു മഠാധിപതിയെ പോലാണ് ഒരു പട്ടികജാതിക്കാരൻ സംശയമില്ല അങ്ങനത്തെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ആദി ദ്രാവിഡൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ പേര് രാജമോഹൻ തമ്പുരാൻ, മകൻ പേരിന് തമ്പുരാൻ. അപ്പൊ അദ്ദേഹത്തെ തമ്പുരാൻ എന്ന് വിളിച്ചതില്ലേ എനിക്ക് ഇദ്ദേഹത്തെയും തമ്പുരാൻ വിളിക്കാൻ പുറപ്പെടാൻ ആവശ്യം എന്താണ്? അയാളും തമ്പുരാനല്ലേ. ഇനി അതുപോലെ രാമൻ രാജമൻ, ആദിവാസികളുടെ ഇടയിൽ ഒരു രാജാവാണ്, നിങ്ങൾക്ക് അറിയോ? രാമൻ രാജമൻ, അയാളെ മണ്ണിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ വിളിക്കുന്നതിൽ എന്താ നമ്മളൊക്കെ എന്തെങ്കിലും എടുക്കുന്നതാണ് ഈ അവർണ്ണ സവർണ്ണ ഭേദം. അവർണ്ണൻ എന്ന വാക്കും സവർണ്ണ എന്ന വാക്കും കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നമാകും. അവർണ്ണൻ എന്ന് പറഞ്ഞാൽ വർണ്ണ നിയമങ്ങളെ അംഗീകരിക്കാറ്. എനിക്ക് തോന്നി RSS ഇവര് പറയാ ബ്രാഹ്മണ സെക്ഷനല്ല, RSSന്റെ ശാഖയിലാണ് വർണ്ണം ജാതി വ്യക്തിയുടെ അപ്പൊ വർണ്ണം വേണ്ടല്ലോ. അപ്പൊ അവരൊക്കെ അവർണ്ണനെ വർണ്ണം വേണ്ട വർദ്ധം വേണ്ട ആ ചിന്ത. അപ്പൊ വർണ്ണ നിയമങ്ങളെ അംഗീകരിക്കാത്ത താന്ത്രികന്മാരാണ് അവർണ്ണർ. പിന്നെ സവർണ്ണരം ചാതുവർണ്ണങ്ങളെ അംഗീകരിക്കുന്നത്. ഈ 2 കൂട്ടരും എന്താണ്? അവർ സനാതനികളാണ്, 2 റൂട്ടാണ്. അതുകൊണ്ട് ഒരുപാട് സമയം പറഞ്ഞിരിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഇത്തരം വേദികൾ കസേര നിറയാനോ ഒന്നും അല്ലെങ്കിൽ നാം ഓരോരുത്തരെയും ഗുരുക്കന്മാരാകും. രാജ്ഞികൾക്ക് ശിഷ്യാനുശാസനം അവസാനിക്കുന്ന വളരെ ആചാര്യ ദൈവോഭവമായി ആചാര്യന്മാരെ ദേവതുല്യമായി കാണുമെന്ന വാർത്ത കണ്ടത്. നിങ്ങൾ എല്ലാവരും ദേവതുല്യരായ ആചാര്യന്മാരും ആചാര്യന്മാരും ആഗ്രഹത്തിലൂടെ. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ വന്ദിക്കുക, ഞങ്ങളുടെ കാലങ്ങളെ പൂജിക്കുക മാത്രമല്ല, നിങ്ങളെല്ലാം പൂജിക്കപ്പെടേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും പറ്റാത്തത് ഞങ്ങളെയൊക്കെ ചെയ്യാനുള്ള നമ്മളെ ക്ലാസ് ഇങ്ങനെ ഇരുത്തി സംസാരിക്കണം. എനിക്കിങ്ങനെ നിൽക്കണതോ എന്റെ കാലിൽ നിൽക്കണതോ കാലിൽ നിൽക്കേണ്ട വേണ്ട. നിങ്ങളും വർഷത്തിലൊരിക്കലും ഞാൻ പലതരക്കാരും കഴിക്കാറുണ്ട്. നമ്മുടെ ആശ്രമത്തിൽ കൽപ്പണിക്കാരെയും സന്യാസിയും നമ്പൂരിപ്പാടിയും ഒക്കെ ഇരുത്തിയിട്ട് നമ്മൾ തന്നെ കാര്യം